ലേഡീസ് ആൻഡ് ജെന്റിൽമെൻ, ബോയ്സ് ആൻഡ് ഗേൾസ്, പ്ലാറ്റ്ഫോം സൗണ്ട് ഒരു പുതുപുത്തൻ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിപ്പോൾ എവിടെ നിൽക്കുന്നത് നിങ്ങൾ പുറകെ തന്നെ വായിച്ചിട്ടുണ്ടാവില്ല അല്ലേ? ലോക്മാന്യ തിലക് ടെർമിനസിലാണ്. നമ്മൾ കേരളത്തിലെ എല്ലാവർക്കും സുപരിചിതമായ ഒരു പേരാണ്. നേത്രാവതി എക്സ്പ്രസ് അങ്ങോട്ട് പോകുന്നത് ലോകമാന്യ തിലകിലേക്കാണ് പോകുന്നത്. അപ്പോൾ ലോക്മാന്യ തിലക് ടെർമിനസിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. ഞാൻ ഇവിടുന്ന് നാട്ടിലേക്ക് ഒരു യാത്രയാണ്. നേത്രാവതി എക്സ്പ്രസ് അല്ല, പക്ഷേ ഇവിടുന്ന് തന്നെ പുറപ്പെടുന്ന മറ്റൊരു ട്രെയിനാണ്. ഏത് ട്രെയിൻ എന്താണെന്നുള്ള വിശേഷങ്ങൾ ഞാൻ പറയാം. അപ്പോൾ ഇതാണ് ലോക്മാന്യ തിലക് ടെർമിനസ്. നമ്മുടെ കേരളത്തിൽ സ്ഥിരമായിട്ട് തിരുവനന്തപുരം ഡിവിഷനിൽ നമ്മൾ കേൾക്കുന്ന ഒരു പേരാണ്. തിരുവനന്തപുരം ലോകമാന്യ തിലക് നേത്രാവതി എക്സ്പ്രസ്. ആ ലോകമാന്യ തിലക്കാണ് ഈ ലോകമാന്യ തിലക്. ഇതാണ് ലോക്മാന്യ തിലക് ടെർമിനസ് മുംബൈ. നമ്മളിവിടുന്ന് നാട്ടിലേക്കൊരു യാത്ര പോകണം. നേത്രാവതി അല്ലെന്ന് ഞാൻ പറഞ്ഞായിരുന്നു. ഞാൻ പോകുന്ന 22113 ലോക്മാന്യ തിലക് ടെർമിനസ് കൊച്ചുവേളി ബൈ വീക്ക്ലി സൂപ്പർ ഫാസ്റ്റ് എക്സ്പ്രസ് ആണ് നമ്മുടെ യാത്ര. 4:55 ട്രെയിൻ പോവുക. ഇപ്പോൾ മണി 2:20 ആയിട്ടുള്ളൂ. 2 മണിക്കൂറിന് മേലെ നമുക്ക് ചിലവഴിക്കാനുണ്ട്. അപ്പോൾ അതിന് വല്ല സൗകര്യം ഉണ്ടോ എന്നുള്ളത് നോക്കാൻ ഞാൻ ഉള്ളിലേക്ക് പോവുകയാണ്. അപ്പോൾ ഞാൻ ഉള്ളിലേക്ക് പോകുമ്പോഴേക്കും ഞാൻ ഇങ്ങോട്ട് നടന്നു വന്ന വഴിയും അതുപോലെ ഈ സ്റ്റേഷൻ്റെ പഴയ ടെർമിനൽ ബിൽഡിങ്ങിൻ്റെ ഇന്നത്തെ അവസ്ഥയും ഞാൻ ഇട്ടിട്ടുണ്ട്. അത് കാണുക. അപ്പോൾ ഞാൻ ബിൽഡിങ്ങിനകത്തേക്ക് നടന്നു കയറാം കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ ലോക്മാന്യ തിലക് ടെർമിനസിന് ഉൾവശം. ഇവിടെ ടിക്കറ്റ് കൗണ്ടേഴ്സ്, AC ഡോർമെറ്ററി, റിട്ടയറിംഗ് റൂം, ഫുഡ് കിയോസ്ക് ഒക്കെ അവിടെ ഉണ്ട്. ഇവിടെ നല്ലൊരു സ്കൾപ്ചർ ചെയ്ത് വെച്ചിട്ടുണ്ട്. ആ സ്കൾപ്ചറിലുള്ളത് മുംബൈ CSMT ആണ്, ഛത്രപതി ശിവാജി മഹാരാജ് ടെർമിനസ് ആണ് ആ സ്കൾപ്ചറിൽ അവർ വരച്ചിരിക്കുന്നത്. ഇപ്പുറത്തുള്ളത് എലിഫൻ്റ കേവ്സിലുള്ള കുറച്ച് സ്ട്രക്ചേഴ്സാണ്. എലിഫൻ്റ കേവ്സിലുള്ള സ്ട്രക്ചേഴ്സാണ് ഈ കാണുന്ന സ്കൾപ്ചറിൽ വരച്ചു വെച്ചിരിക്കുന്നത്. ഇതൊക്കെയാണ് ഇവിടെയുള്ള സൗകര്യങ്ങൾ. ഇവിടെ മുകളിൽ ഒരു DG പോഡ്സ് എന്ന് പറഞ്ഞത് കാണാനുണ്ട്. വെയിറ്റിംഗ് ഹാള് ഫോർ AC ആൻഡ് സ്ലീപ്പർ എന്നും കാണാനുണ്ട്. നമുക്ക് അതൊന്ന് പോയി നോക്കാം. കാരണം ഇനി 2 മണിക്കൂർ സ്പെൻഡ് ചെയ്യാനുണ്ട്. അപ്പോൾ ഇങ്ങനെ എന്തെങ്കിലും ഒരു സൗകര്യം എടുത്ത് തന്നെ 2 മണിക്കൂർ സ്പെൻഡ് ചെയ്യാമല്ലോ. പ്ലാറ്റ്ഫോം 1 നിൽക്കുന്ന ട്രെയിൻ എന്ന് പറയുന്നത് കോയമ്പത്തൂർ LTT എക്സ്പ്രസ് ആണ്. അല്പം മുമ്പ് ഇവിടെ എത്തിയ ട്രെയിനാണ്. ഈ ട്രെയിൻ ഒരു end to end ട്രിപ്പ് നമുക്ക് പ്ലാനിലുണ്ട്. എന്തായാലും നമ്മൾ ചെയ്യും. പ്ലാറ്റ്ഫോം നമ്പർ 1 ബോർഡ് വെയിറ്റിംഗ് റൂം ഫോർ അപ്പർ ക്ലാസ് ആൻഡ് സ്ലീപ്പർ ക്ലാസ് പാസഞ്ചേഴ്സ് എന്നുള്ള ബോർഡ് ഫോളോ ചെയ്ത് ഞാൻ അങ്ങോട്ട് വന്നതാണ്. അവിടെ സാധാരണ വെയിറ്റിംഗ് റൂം ഉണ്ട്. അതൊരു ഫ്രീ ആയിട്ടുള്ളൊരു സൗകര്യമാണ്. ഇനിപ്പുറത്ത് പെയ്ഡ് AC വെയിറ്റിംഗ് റൂമുണ്ട്. നമുക്ക് എന്നാൽ പിന്നെ ഇതിനകത്തോട്ട് കയറാം. 10 രൂപ ഇടുന്ന ചാർജ്. നമുക്ക് ഇതിനകത്ത് കയറിയിരിക്കാം. നമുക്ക് കുറച്ച് നേരം ഫോൺ ചാർജ് ചെയ്യും മറ്റും ചെയ്യാമല്ലോ. ഇത് സാധാരണ വെയിറ്റിംഗ് റൂം സെറ്റപ്പാണ്. ഈ സോഫയിൽ നമുക്ക് ഇരിക്കുന്നതിന് 10 രൂപയാണ് മണിക്കൂറിന്. ഞാൻ റിക്ലൈനർ എടുത്തു, കാരണം നല്ല ക്ഷീണമുണ്ട്. കുറച്ചായിട്ട് നമ്മൾ യാത്രയുണ്ടോ. ഇതാണ് റിക്ലൈനേഴ്സ്. നമുക്ക് ഈ റിക്ലൈനറിൽ ഒരെണ്ണത്തിലിരിക്കാം. അതാകുമ്പോൾ നമുക്ക് കുറച്ച് നേരം സമാധാനമായിട്ട് കിടക്കാം. ചാർജിങ് പോയിൻറ്റും എല്ലാ സൗകര്യങ്ങളും ഉണ്ട്. അപ്പോൾ നമുക്ക് ഇതിലോട്ട് തന്നെ കയറിയിടാം. ഇതാണ് റിക്ലൈനർ. ഇതിന് 150 റുപ്പീസാണ് പെർ അവർ. അപ്പോൾ ഏകദേശം ഒരു 1.5 മണിക്കൂറോളം ഞാൻ അതിനകത്ത് ഇരുന്നിട്ട് ഇറങ്ങി. നമ്മുടെ ട്രെയിൻ പ്ലാറ്റ്ഫോം നമ്പർ 4 നിന്ന് പോകുന്ന അനൗൺസ്മെൻറ്റ് വന്നായിരുന്നു. 4:45 പോവും. 4:15, 4:11 ആയതേ ഉള്ളൂ. 4:45 പോകേണ്ടത്. അപ്പോൾ നമുക്കെന്നാൽ ഈ എസ്കലേറ്റർ പിടിച്ച് ഫുട് ഓവർ ബ്രിഡ്ജിൽ കയറി നേരെ നമ്മുടെ പ്ലാറ്റ്ഫോം നമ്പർ 4 പോകാം. എന്നിട്ട് നമ്മുടെ ബാഗൊക്കെ വെച്ചിട്ട് നമുക്ക് ലോക്കമൊക്കെ കാണാൻ പോകാം. അപ്പോൾ ഇതാണ് ലോക്മാന്യ തിലക് ടെർമിനസിൻ്റെ ഒരു മോളിൽ നിന്നുള്ള ദൃശ്യം. റൈറ്റ് സൈഡിലുള്ള പ്ലാറ്റ്ഫോം നമ്പർ 1, 2 ആണ്. ഈ ട്രെയിൻ കിടക്കുന്ന 2 ആണ്. അപ്പുറത്താണ് ഈ യാർഡുകൾ കാണാൻ പറ്റും. നമുക്ക് നോക്കാം. യാർഡ് കാണാൻ വഴിയൊന്നുമില്ല. കാര്യം അവർ അങ്ങോട്ടുള്ളത് അങ്ങേറ്റം ഒരു ഗ്ലാസ്സിട്ട് അടച്ചു കെട്ടി വെച്ചിരിക്കുക. അതിനപ്പുറം ഒരു ഷീറ്റ് ഇട്ട് കെട്ടിയിട്ടുണ്ട്. പ്ലാറ്റ്ഫോം 7 ഒരു 7 പ്ലാറ്റ്ഫോം ഉണ്ട്. നമുക്ക് നേരെ നമ്മുടെ പ്ലാറ്റ്ഫോമിലേക്ക് ഇറങ്ങാം. നമ്മളങ്ങനെ നമ്മുടെ കോച്ചിനെ തപ്പി നടന്നുകൊണ്ടിരിക്കുകയാണ്. B4 ആണ്. നമുക്ക് B3യിലാണ് സീറ്റ് വന്നിരിക്കുന്നത്. ഒരു IRCTCയുടെ ഫുഡിൻ്റെ ഓർഡർ എടുക്കുന്ന ആൾ ഇവിടെ പ്ലാറ്റ്ഫോമിൽ തന്നെ ആൾക്കാരെ പിടിക്കുന്നുണ്ടായിരുന്നു. ഇതാണ് നമ്മുടെ കോച്ച് B3 223481. AC എക്കണോമിക് കോച്ചാണ്. മെസ്സേജ് വന്നായിരുന്നു, എഴുതിയിട്ടുണ്ട് വൈസ് B3 എന്ന്. B3ക്ക് പകരം എന്ന അർത്ഥത്തിൽ. നമ്മുടെ സീറ്റ് നമ്പർ 41. അപ്പോൾ അപ്പുറത്തെ ഡോർ വഴി കയറുന്നത് നല്ലത്. നമുക്ക് ലഗേജ് ഒന്ന് വെച്ചിട്ട് സമാധാനമായിട്ട് ലോക്കോ കാണാൻ പോകും. ലോക്കോ വന്നിട്ടില്ലെന്ന് തോന്നുന്നു. മുകളിൽ നോക്കുമ്പോൾ ലോക്കോ ഉണ്ടായിരുന്നില്ല.
ചാർട്ടിൽ ഏകദേശം 39 സീറ്റ് കാലിയായിരുന്നു. ഇതാണ് നമ്മുടെ കോച്ച്. അവരുടെ ബ്ലാങ്കറ്റ് കൊണ്ടൊന്ന് ജസ്റ്റ് ഡംപ് ചെയ്തിട്ട് പോയിട്ടുണ്ട്. ബ്ലാങ്കറ്റും ബെഡ്ഷീറ്റില്ല, പില്ലോ കവറൊക്കെ ഡംപ് ചെയ്ത് പോയിട്ടുണ്ട്. മൊത്തത്തിലൊരു വൃത്തിയില്ല കേട്ടോ സാധനം. ICF ബിൽഡ് തന്നെയാണ്. ICF നവംബർ 2023 ബിൽഡാണ്. 223481. അതാണ് നമ്മുടെ നമുക്കൊന്ന് ചടങ്ങിൻ്റെ ഫ്രണ്ടിലൊന്ന് പോയി ലോക്ക് കണ്ടിട്ട് മുന്നോട്ട് കിടക്കുമ്പോൾ ജനറലാണോ എന്ന് തപ്പി പോലീസുകാർ തടഞ്ഞു നിർത്തിയായിരുന്നു. കാരണം ജനറൽ കോച്ച് അവർ ക്യൂ ഒക്കെ ആയിട്ട് കയറ്റുന്നുള്ളൂ. ജനറൽ കോച്ചിലൊക്കെ ആൾ കയറി കഴിഞ്ഞു, പുറത്ത് ക്യൂ ഒന്നുമില്ല. വാപ്സാൻ തന്നെയാണ് നമുക്ക് നിലവിൽ നോക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ ട്രെയിൻ. കൊച്ചുവേളി സൂപ്പർഫാസ്റ്റ് 22113 ഡൗൺ, ലോക്മാന്യ തിലക് ടെർമിനസ് മുംബൈ കൊച്ചുവേളി. HOG കേപ്പബിൾ ലോക്കാണ്. HOG കേബിൾസ് കണക്ട് ചെയ്യുന്നുണ്ടായിരുന്നു അവർ. ലോക്ക് ഏതാ നോക്കിയാൽ നമ്മുടെ ലോക്കോ 37194 കല്യാണിൻ്റെ വാപ്സാൻ. प्रवाशांनी कृपया लक्ष द्यावे. गाडी क्रमांक 1 2 5 4 6 ഇപ്പോഴത്തെ കിടക്കുന്നത് ചെന്നൈ സെൻട്രൽ LTT സൂപ്പർഫാസ്റ്റ് എക്സ്പ്രസ് ആയിരുന്നു. 12164. അതിനിപ്പോൾ യാർഡിലേക്ക് ഷണ്ട് ചെയ്യും. അങ്ങനെ കൃത്യസമയമായ 4:45 വണ്ടി LTTയിൽ നിന്ന് പുറപ്പെട്ടിരിക്കുകയാണ്. കൂടുതലും ഒരു വെയർ ഹൗസാണ് സ്റ്റേഷനെക്കാട്ടും കൂടുതൽ. ലഗേജൊക്കെ അവിടെ ഇവിടെ അട്ടിട്ടുണ്ട്. പുറത്തോട്ട് ഇറങ്ങുമ്പോൾ സത്യം പറഞ്ഞാൽ ചെന്നൈ സെൻട്രലിൽ നിന്ന് പുറത്തോട്ട് ഇറങ്ങുന്നൊരു ഫീല് വളവൊക്കെ കൂടി ഉള്ളതുകൊണ്ടായിരിക്കും ചിലപ്പോൾ. ഇതായിരുന്നു ലോക്മാന്യ തിലക് ടെർമിനസ്. പുതുതായിട്ട് കൺസ്ട്രക്ട് ചെയ്ത പ്ലാറ്റ്ഫോം 6 ഉം 7 കാണാം റൈറ്റ് സൈഡിലുള്ളത്. അതിനപ്പുറത്തോട്ടാണ് യാർഡും കോച്ചിങ് ഡിപ്പോയും. ആ കാണുന്ന ലൈനുകളൊക്കെ യാർഡിലേക്കുള്ള ലൈനുകളാണെന്ന് തോന്നുന്നു. ഒരു കോച്ച് വാഷിംഗ് പ്ലാന്റും അപ്പുറത്തൊരു ആവി പറക്കുന്നതാണാവോ, അതാണ് ലോണ്ടറി. ഇപ്പോൾ റൈറ്റ് സൈഡിലാണെന്ന് തോന്നുന്നു ട്രിപ്പ് ഷെഡ്. ഇതാണ് ട്രിപ്പ് ഷെഡ്. ഇവിടെ ഇന്ത്യ എന്നുള്ള ഒരുവിധം എല്ലാ ഭാഗത്തു നിന്നുള്ള ലോക്കോസും ഉണ്ടാവും ഇവിടെ. ഒരു ഈറോഡ് ലോക്കോ അതിനകത്ത് കിടക്കണ്ടാവണം. ഇന്നലെ ഗരീബ്രത്തിനെ കൊണ്ടുവന്ന ലോക്കോ. കാരണം ഇന്നലെ ഗരീബ്രത്തിനെ കൊണ്ട് തിരിച്ചു പോയത് അതല്ല. ആ ലോക്കോ മിക്കവാറും അവരിവിടെ ഏതെങ്കിലും ലോക്കൽ ട്രെയിനിന് വിട്ടിട്ടുണ്ടാവും. പണ്ടൊക്കെ ഇവിടെ വെച്ച് ട്രെയിൻ മെയിൻ ലൈനോട് മേർജ് ചെയ്യുമായിരുന്നു. ഇപ്പോൾ മെയിൻ ലൈനിലേക്ക് മേർജ് ചെയ്യില്ല, പകരം 56 ലൈനിലോട്ടും കയറുകയുള്ളൂ. ആ ഫുട് ഓവർ ബ്രിഡ്ജ് കാണുന്നത് ഘാട്ട്കോപ്പർ സ്റ്റേഷൻ്റെയാണ്. ആ കാണുന്ന സ്റ്റേഷൻ അത് ഘാട്ട്കോപ്പർ അല്ല, സോറി, വിദ്യാവിഹാർ സ്റ്റേഷനാണ്. ഈ റൈറ്റ് സൈഡിലത്തെ 2 ലൈനുകൾ യാർഡിലേക്ക് പോകുന്നതെന്ന് തോന്നുന്നു. ആ സ്റ്റേഷൻ വിദ്യാവിഹാറാണ്. ഇപ്പോൾ ലോക്കൽ ട്രെയിൻ പോകുന്നത് ഫാസ്റ്റ് ലൈനിൽ കൂടെയാണ്. പണ്ട് ആ ലൈനിലേക്ക് മേർജ് ചെയ്യുമായിരുന്നു LTT ഇറങ്ങുന്ന ട്രെയിനുകൾ. ഇപ്പോൾ ആ പരിപാടി നിർത്തി.
നമ്മളങ്ങനെ വിദ്യാവിഹാർ സ്റ്റേഷൻ്റെ സൈഡിൽ കൂടെ പോകണം. വിദ്യാവിഹാറിന് സ്ലോ ലൈനിൽ മാത്രം പ്ലാറ്റ്ഫോം ഉള്ളൂ, അതിന് ഫാസ്റ്റ് ലൈൻ പ്ലാറ്റ്ഫോംസ് ഇല്ല. അത് സ്ലോ ലൈനിന് മാത്രമുള്ള സ്റ്റേഷനാണത്. നമ്മൾ ജസ്റ്റ് 5th 6th ലൈനിലോട്ട് ജോയിൻ ചെയ്യുന്നു. 5th 6th ലൈൻ ഇപ്പോൾ നിലവിൽ ഇവിടെ നിന്നാണ് തുടങ്ങുന്നത്. കാര്യം ഇതിന് തെക്കോട്ട് ഫർദർ ടുവേർഡ്സ് കുർള അല്ലെങ്കിൽ ദാദർ അവർക്ക് പണിയാൻ പറ്റിയിട്ടില്ല. കാര്യം സ്ഥലത്തിൻ്റെ പ്രശ്നം കാരണം. നമ്മളിതാ ജസ്റ്റ് 5th 6th ലൈനിലോട്ട് അതായത് ഡൗൺ മെയിൻ ലൈനിലേക്ക് ജോയിൻ ചെയ്യുന്നു. റേക്കൊന്നുമില്ല, കാരണം 1-2 കോച്ച് മാത്രമേ ഉള്ളൂ എന്ന് തോന്നുന്നു. കുർള ഷെഡിൻ്റെ 014983 മോളിൽ നിന്നൊരു ഇൻഡിഗോ വരുന്നുണ്ടോ? ഒരു കോച്ച്, എന്ത് കോച്ചാണത്? വെള്ള കളർ, ഹോസ്പിറ്റൽ ഓൺ വീൽ. അപ്പോൾ നമ്മളങ്ങനെ ഫുള്ളി മെയിൻ ലൈനിലേക്ക് കയറി. പാസ് ചെയ്യുമ്പോൾ വേണം, അതിന് കട്ടോപ്പർ സ്റ്റോപ്പുണ്ട്. ഒരു വർഷം പോലും പഴക്കമില്ലാത്ത കോച്ചാണ്, പക്ഷേ ഫ്ലാറ്റ് വീലുണ്ട് കേട്ടോ. ഫ്ലാറ്റ് വീലില്ലാത്ത ഒരു കളിക്ക് നമ്മളില്ല. കർജത്തിലേക്കുള്ള ഫാസ്റ്റ് ടൈം 100 കിലോമീറ്റർ വൺ വേ. ഇപ്പോഴാണ് ജീവൻ വെച്ചത്. റാപ്പ് 7+ LHB റേക്കാണ്, 130 കിക്സാണ്. പക്ഷേ നമ്മുടെ റൂട്ടിൽ എവിടെ നമുക്ക് 130 അടിക്കാൻ പറ്റില്ല. ആകെ 4 മംഗലാപുരം കഴിയുമ്പോൾ നമുക്ക് 110 അടിക്കാം. പ്രതികാരം അത് വീടാനുള്ളതാണ്. നമ്മൾ പ്രതികാരം വീടിയിരിക്കുന്നു. നമ്മൾ ഓവർടേക്ക് ചെയ്ത് കർജത്തേക്കുന്നത് നമ്മൾ തിരിച്ച് ഓവർടേക്ക് ചെയ്തിരിക്കുന്നു. പക്ഷേ കർജത്ത് തന്നെ മുന്നിൽ പോകും, കാരണം നമ്മുടെ ചാനലൊക്കെ നിർത്തിയെടുക്കുമ്പോഴേക്കും അവൻ 2 സ്റ്റേഷൻ അപ്പുറത്ത് എത്തിയിട്ടുണ്ടാവും. അല്ലെങ്കിൽ നമ്മൾ കർജത്ത് വരെ പോകുന്നില്ല, നമ്മൾ ദിവ വരെയുള്ള നമുക്ക് കോമ്പറ്റീഷൻ. ദിവയിൽ അവൻ നേരെ പോകും, നമ്മൾ റൈറ്റ് ചെയ്തിരിക്കും. ഇത് മുഴുവൻ സ്റ്റേഷനാണ്. നമ്മുടെ ആദ്യത്തെ ഷെഡ്യൂൾഡ് ഹോൾട്ടായ താനയിലേക്ക് എത്തുകയാണ്.
ഠാണെ സ്റ്റേഷൻ്റെ പ്ലാറ്റ്ഫോം നമ്പർ 7 നമ്മൾ എത്തിയിരിക്കുന്നു. അപ്പോൾ ഒന്നും കൂടി നമ്മുടെ ചാനലിൻ്റെ പേരിന് കാരണമായ പ്ലാറ്റ്ഫോമിലേക്ക് നമ്മൾ എത്തിയിരിക്കുകയാണ്. പ്ലാറ്റ്ഫോം 7 ഠാണെ. നമ്മൾ കുറച്ച് നേരത്തെ പ്രതികാരം വേണ്ടിയ കർജത്ത് ലോക്കൽ അതിനും കൂടി എത്തി. അപ്പം നമ്മളങ്ങനെ ഠാണയിൽ നിന്ന് പുറപ്പെട്ടു. സമയം ഇപ്പോൾ 5:11. കർജത്ത് ലോക്കൽ വേണ്ടെന്ന് തുടങ്ങി. പക്ഷേ ഇപ്രാവശ്യം വന്നിട്ട് ജയിക്കും. അപ്പോൾ അതിനോടൊക്കെ വിട പറയാം. നമ്മളിനി ചിലപ്പോൾ അതിനെ ദിവ്യ വെച്ച് കാണും കേട്ടോ. കാര്യം അതിപ്പോൾ ഇവിടുന്ന് ഒരു ഡിഫറെൻറ്റ് റൂട്ട് എടുക്കുക. നമ്മളിന്ന് രാവിലെ ആ റൂട്ട് വഴി ഡെക്കൻ ക്വീനിൽ നമ്മൾ യാത്ര ചെയ്തപ്പോൾ ആ റൂട്ട് വഴി വന്നിട്ടുണ്ടായിരുന്നു. കണ്ടോ ട്രെയിൻ അവിടെ ലെഫ്റ്റിലോട്ട് അങ്ങ് തിരിഞ്ഞങ്ങ് പോയി. ഈ റൈറ്റ് സൈഡിൽ കാണുന്ന 2 ലൈനുകൾ വാഷിയിലേക്ക് പോകുന്ന ലൈനാണ്. ഇത് രണ്ടും. ഇത് ഠാണെ വാഷി ലൈനാണ്. വാഷി പൻവേലൊക്കെ പോകുന്ന ലൈനാണ്. ഒരു മെമു ഒരു EMU വരുന്ന കണ്ടിട്ടുണ്ടാവും. ആ ലൈനൊരു ഓപ്പോസിറ്റ് ഉണ്ട്. ഒരു ചെറിയൊരു കോഡ് ലൈൻ ഉണ്ട് ഈ ലൈനോട്ട് വന്ന് കയറുന്നതിന്. അതായത് കല്യാൺ സൈഡിൽ നിന്ന് അതിലേക്ക് കാണുന്നത്. കല്യാൺ സൈഡിൽ നിന്ന് ടുവേർഡ്സ് തുർബെ പോകുന്ന ട്രെയിനുകൾ തുടങ്ങി. പക്ഷെ അതിൽ ലോക്കൽ ട്രെയിൻ ഇല്ല. അതൊരു ഫ്ലൈറ്റ് മാത്രമേ പോകാറുള്ളൂ. നമ്മളങ്ങനെ പാർസെക് ടണൽ കഴിഞ്ഞ് നമ്മൾ ദിവയിലേക്ക് അടുക്കുന്നു.
ഇതാണ് മറ്റേ സൈഡ്, ഇതാ കർജത്ത് ലോക്കൽ. നമ്മളെ വിടുന്നില്ല കേട്ടോ അവൻ, നമ്മളെ വിടാണ്ട് പിന്തുടരുകയാണ് അവൻ. നമ്മൾ ഷോർട്ട് കട്ട് അടിച്ചു, അവൻ ലോങ് കട്ട് വഴിയോടെ നമ്മുടെ കൂടെ തന്നെ വന്നു. ഈ ട്രെയിനിന് ഇത്ര എക്സ്റ്റെൻസീവ് കവറേജ് വേറെ ആദ്യം ചെയ്തിട്ടുണ്ടാവില്ല കേട്ടോ. ലോക്കൽ ട്രെയിനിന് ഇത്രയും കവറേജ് ഉണ്ടാവുന്നു. അവന് ആംബർ സിഗ്നല, അവന് സ്പീഡ് പറയും. നമുക്ക് പോയിന്റ്സ് ഇട്ട് അപ്പോൾ നമ്മൾ സ്പീഡ് പറയും. ബോംബെയിലുള്ള ആൾക്കാരൊരു പ്രത്യേക സ്റ്റൈൽ ഓഫ് ബാഗാണ് ഈ ബാഗ് മുന്നോട്ട് തൂക്കിയിടുക എന്നുള്ളത്. അത് ഈ തിരക്കുള്ളതുകൊണ്ട്, കാരണം ബാഗ് പുറകിലിട്ട് കഴിഞ്ഞാൽ പുറകിൽ നിന്ന് പല സാധനങ്ങളും കളഞ്ഞു പോകും. അതുകൊണ്ട് ബാഗ് ഫ്രണ്ടിലേക്ക് ഇടുക എന്നുള്ളതാണ് ബോംബെയിലെ സർവൈവൽ സ്കില്ലിലെ ആദ്യത്തെ സ്കില്ലെന്ന് പറയുന്നത്. നമ്മൾ ജസ്റ്റ് ലൈന് കടന്ന് നമ്മൾ ദിവാ സ്റ്റേഷനിലേക്ക് കയറി. ഇവിടെ നമ്മൾ കുറച്ചും കൂടെ മുന്നോട്ടുള്ള നമ്മൾ പിന്നെ ഫർദർ റൈറ്റ് തിരിഞ്ഞ് നമ്മൾ ടുവേർഡ്സ് പൻവേയിൽ തുടരും. നമ്മൾ പ്ലാറ്റ്ഫോമുകൾ വഴിയല്ല, പ്ലാറ്റ്ഫോം വഴി തന്നെയാണ്. രത്നഗിരി പാസഞ്ചറാണത്. നമ്മുടെ പുറകെ വരും. ഇത് 5:50 ഇവിടെ നിന്ന് എടുക്കും. ഇപ്പോൾ സമയം 5:21. അപ്പുറത്ത് കൂടെ ഏതോ ഒരു ട്രെയിൻ പോകുന്നുണ്ട്. മിക്കവാറും നേത്രാവതി ആയിരിക്കണം അത്. രത്നഗിരിക്ക് ലോക്കോ WCAM 3 ആണ്, 21955. നേത്രാവതി എക്സ്പ്രസ് തന്നെയാണത്, തിരുവനന്തപുരം ലോക്മാന്യ തിലക്. ടുവേർഡ്സ് പൻവേൽ തിരിഞ്ഞിരിക്കുകയാണ്. കാണുന്നതാണ് മെയിൻ ലൈൻസ്. നമ്മൾ മെയിൻ ലൈൻ നമ്മൾ ടുവേർഡ്സ് പൻവേൽ തിരിഞ്ഞിരിക്കുകയാണ്. അവിടെ ഒരു WDS6 കുറച്ച് HCPVs ആയിട്ട് നിൽക്കുന്നുണ്ട്. നമ്മൾ നേരെ ദാസിവലി സ്റ്റേഷനിലേക്ക് പോയി കയറും. ദിവാ ബൈപ്പാസ് കോഡ് ലൈനാണ് ഈ കാണുന്നത്. അതിലൊരു വാഗൺ ആൻഡ് ഹോൾഡ് ഫ്രൈറ്റർ നിൽക്കുന്ന കാണാം. അത് ദിവാ ബൈപ്പാസിൽ നിന്നൊരു കോഡ് ലൈനാണ്. അത് ദാസിവലിയിൽ തുടങ്ങി നേരെ ദിവാ കോഡ് ക്യാബിന് പോയി കയറും. അവിടെ നിന്ന് അത് കോപ്പർ വഴി നേരെ വസൈ റോഡ് കല്യാൺ റോഡൊക്കെ പോകും. ഇതാണ് ദാത്തിവലി സ്റ്റേഷൻ.
നമ്മളങ്ങനെ കൊങ്കൺ റെയിൽവേയുടെ അപ്രോച്ച് റൂട്ട് എന്ന് വിളിക്കാവുന്ന റോഹ ലൈനിലോട്ട് കയറിയിരിക്കുകയാണ്. ഈ ലൈൻ വഴി നമ്മൾ റോഹ വരെ പോയിട്ട് റോഹയിൽ നിന്നാണ് നമ്മൾ കേരളോട്ട് കയറുക. അപ്പോൾ റോഹയിൽ നിന്ന് കേരളോട്ട് കയറുന്നത് നമുക്ക് പിടിക്കാൻ പറ്റില്ല, കാര്യം അപ്പോഴേക്ക് ഇരുട്ടും. നമ്മൾ പൻവേൽ വിടുമ്പോൾ തന്നെ ഏറെക്കുറെ ഇരുട്ടും. നല്ലൊരു യൂസ് ആൻഡ് ത്രോ ബാഗിലാണ് ബെഡ്ഷീറ്റ് വന്നിരിക്കുന്നത്. നമ്മൾ ജസ്റ്റ് കലമ്പോളി എത്തുന്നു. ഈ കാണുന്ന GFCയുടെ ഫ്ലൈ ഓവറാണ്. വളരെ അതിശയകരമായ ഒരു വസ്തുത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ബിഫോർ ടൈം പൻവേൽ പോയി കയറാൻ പോകണം. ഈ ട്രെയിൻ വൈകിയ ഓട്ടത്തിന് വളരെ ഫേമസ് ആണ്. നാളത്തെ അവസ്ഥ എന്താണെന്ന് അറിയില്ല. ഇന്നിപ്പോൾ എന്തായാലും നമ്മളിപ്പോൾ ബിഫോർ ടൈം. ഡെഡിക്കേറ്റഡ് ഫ്രൈറ്റ് കോറിഡോറിന് എന്തൊക്കെയോ വർക്ക് നടക്കുന്നുണ്ടോ, കുറച്ച് ലാൻഡ് ലെവലിങ്ങും അതൊക്കെ നടക്കുന്നുണ്ട്. അത്രേ ഉള്ളൂ. ഭയങ്കര സ്ലോ വർക്ക്. ഭയങ്കര സ്ലോ എന്ന് പറഞ്ഞാൽ ഭയങ്കര സ്ലോ ആണ് ഇവിടുത്തെ വർക്ക്. നമ്മൾ സ്പീഡിലൂടെ നേരത്തെ വന്ന റെയിൽവേക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ല. നമ്മൾ കുറച്ച് നേരം ഹോമിൽ പിടിച്ചിട്ടു. ഇപ്പോൾ ജസ്റ്റ് ഹോം സിഗ്നൽ ആയതാണ് പൻവേലിലോട്ട് കയറാൻ. നമ്മൾ ജസ്റ്റ് പൻവേലിൻ്റെ ഉള്ളിലേക്ക് കയറുന്നു. ആ കാണുന്നതാണ് സബർബൻ യാർഡ്. ഇതിലൊരു ഹാർബർ ലൈൻ ട്രെയിൻ ഇറങ്ങി പോകുന്നു. ഹാർബർ ലൈനിനെ പറ്റി ഒരു ചെറിയ വീഡിയോ ഞാൻ ചെയ്തിരുന്നു. ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലൊക്കെയാണ് റിലീസ് ചെയ്തത്. അത് യൂട്യൂബിൽ റിലീസ് ചെയ്യാൻ മാത്രം ലെങ്ത് ഇല്ലായിരുന്നു. നമ്മൾ ജസ്റ്റ് പൻവേൽ സ്റ്റേഷനിൽ കയറുന്നു. അവിടെ പ്ലാറ്റ്ഫോം 7ലേക്കാണ് നമ്മൾ പോകുന്നത്. അപ്പുറത്തെ എൻഡിൽ നിന്ന് പ്ലാറ്റ്ഫോം 5ലേക്ക് ഒരു മെമു കയറുന്നുണ്ട്. നമുക്ക് എന്തായാലും കാണാൻ പറ്റില്ല, കാര്യം 6ലൊരു ഫ്ലൈറ്റ് കിടക്കുന്നുണ്ട്. ആ വലിയ ഷെൽട്ടർ കാണുന്നത് സബർബൻ പ്ലാറ്റ്ഫോംസ് ആണ്. സബർബൻ സ്റ്റേഷനാണത്. മെയിൻ ലൈൻ സ്റ്റേഷൻ അങ്ങനത്തെ വലിയ ഷെൽട്ടറൊന്നുമില്ല. അങ്ങനെ നമ്മൾ ജസ്റ്റ് പൻവേലിലേക്ക് എത്തുന്നു. 5:55 ആയിരുന്നു ഇവിടുത്തെ സമയം. 5:49 ആയതേ ഉള്ളൂ. Express platform क्रमांक 7 आ चुकी है. For the current attention of passengers, train number 2211 ഇവിടെ അണ്ടർപാസിന് പണി ചെയ്യാൻ വേണ്ടി ഒരു പൊളിച്ചതാണ്. പക്ഷേ അതിനകത്ത് ഇപ്പോൾ അണ്ടർപാസിനെക്കാട്ടും വലിയ മരങ്ങളായി കഴിഞ്ഞു കുഴിച്ചിട്ട്.
നമ്മുടെ ഫുഡ് വന്നു. നമ്മൾ വിട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് കഴിക്കും. കഴിച്ച് മിക്കവാറും ഞാൻ നേരത്തെ ഒന്ന് ഉറങ്ങും. നല്ല ഉറക്കക്ഷീണമുണ്ട്. ഇന്ന് റെയിൽവേ വക യാത്രക്കാർക്ക് 8-ൻ്റെ പണിയാണ്. ഇന്ന് ചാർട്ട് പ്രിപ്പറേഷൻ്റെ മെസ്സേജ് വന്നിട്ടില്ല. എല്ലാവരുടെയും സീറ്റ് നമ്പർ മാറിയിട്ടുണ്ടെന്ന്. നമ്മൾ കൃത്യസമയത്ത് തന്നെ പൻവേലിൽ നിന്ന് പുറപ്പെട്ടു കേട്ടോ. 56 നമ്മൾ വിട്ടു. എനിക്ക് 55 നമ്മുടെ ടൈം. എനിക്ക് എക്സാക്റ്റ് ടൈം ഞാനൊന്ന് നോക്കട്ടെ. 55 അറൈവലിനായിരുന്നു എൻ്റെ ഒരു ഓർമ്മ. അതിൽ നമ്മൾ 5:56 നമ്മൾ പുറപ്പെട്ടു. ന്യൂ കട്നി ജംഗ്ഷൻ്റെ 27924 വാക്സ് 7 ആണിത്. ഇവിടെ ഈ കുഴൽ കാണുന്നത് ഫ്യൂവൽ സ്റ്റേഷൻ്റെയാണ്. ഇവിടെ റീഫ്യൂവലിംഗ് ഫെസിലിറ്റി ഉണ്ട്. ഈ റീഫ്യൂവലിംഗ് ഫെസിലിറ്റി അവിടെ നിന്ന് ഷിഫ്റ്റ് ചെയ്യും WDFC വരുമ്പോൾ. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് അവർ പൈപ്പിംഗ് മൊത്തം മാറ്റുകയാണെന്ന് തോന്നുന്നു. അവിടെ ഗ്രൗണ്ട് ലെവൽ ചെയ്തിരിക്കുന്നത് 2 സെറ്റ് ഓഫ് ലൈനുകൾക്ക് വേണ്ടിയാണ്. ഒന്ന് വെസ്റ്റേൺ ഡെഡിക്കേറ്റഡ് ഫ്രൈറ്റ് കോറിഡോറിന് വേണ്ടി, 2 പൻവേൽ കർജത്ത് സബർബൻ കോറിഡോറിന് വേണ്ടി. ആസൻസോളിൻ്റെ 38459 കിടക്കുന്നുണ്ട് ഇവിടെ. ഓപ്പോസിറ്റ് ലൈനിൽ രാജധാനി കയറി വരുന്നുണ്ട്. ഹസ്രത്ത് നിസാമുദ്ദീനിലേക്ക് പോകുന്ന തിരുവനന്തപുരം ഹസ്രത്ത് നിസാമുദ്ദീൻ രാജധാനി എക്സ്പ്രസ്. ആ പാലം കാണുന്നത് കർജത്ത് ലൈനിൻ്റെയാണ്. നമ്മൾ ഈ ലൈനിൻ്റെ കർജത്ത് എൻഡിലെ പാലം നമ്മളിതിന് തൊട്ട് മുമ്പത്തെ വീഡിയോയിൽ ഡെക്കൻ ക്വീൻ വീഡിയോയിൽ നമ്മൾ കണ്ടിട്ടുണ്ട്. $37622 കാൺപൂറിൻ്റെ ലോക്കോ. ഈ രാജധാനി എക്സ്പ്രസ്സിൽ ഒരിക്കൽ നമുക്കൊരു end-to-end ട്രിപ്പ് പഠിക്കണം. ഫസ്റ്റ് AC നമുക്ക് മുതലാവില്ല. സെക്കൻഡ് AC നോക്കാം നമുക്ക്. ഫസ്റ്റ് AC നമുക്ക് ഒട്ടും മുതലാവില്ല. തേർഡ് AC തന്നെ മുതലാവുമെന്ന് സംശയമാണ്. കാരണം നല്ല റേറ്റാണ് ഇതിന്. അതുമാത്രമല്ല ഇതിന് ഡൈനാമിക് പ്രൈസിങ്ങിലുണ്ട്. ചാർജ് ഒരുമാതിരി റോക്കറ്റ് പോകുന്നതല്ല കുത്തനെ കുതിച്ച് കയറുന്നത്. അപ്പോൾ നമുക്കാണെങ്കിൽ 4 മാസം മുമ്പ് പ്ലാൻ ചെയ്യാനും പറ്റില്ല. നമ്മൾ ജസ്റ്റ് അങ്ങനെ പുറത്തിറങ്ങി മെയിൻ ലൈനിലോട്ട് ജസ്റ്റ് ജോയിൻ ചെയ്യുന്നു. അപ്പോൾ ഈ പാലം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കർജത്ത് ലൈന് വേണ്ടിയാണ്. താഴെ റെയിൽവേ ലൈൻ ലേ ചെയ്തിരിക്കുന്നത് ഡെഡിക്കേറ്റഡ് ഫ്രൈറ്റ് കോറിഡോറിൻ്റെയാണ്. ആ പോകുന്ന ലൈനിൽ എക്സിസ്റ്റിംഗ് ലൈനുകൾ JNPT റോഡ് വന്ന പ്രസൻറ്റ് ലൈനുകളാണ്. അതിനപ്പുറത്ത് പുതിയതായിട്ട് ലൈനാണ് ഡെഡിക്കേറ്റഡ് ഫ്രൈറ്റ് കോറിഡോറിൻ്റെ ലൈൻസ്. ഇപ്പുറത്ത് ഇത് മറ്റേ കർജത്ത് ലോക്കൽ ട്രെയിൻ കോറിഡോറിൻ്റെ പാലമാണ്. അതിനിടയിൽ കൂടെ റെയിൽവേ ലൈൻ കാണുന്ന എക്സിസ്റ്റിംഗ് പൻവേൽ കർജത്ത് ലൈനാണ്. ആ ലൈൻ അങ്ങനെ തന്നെ തുടരും. സബർബൻ കോറിഡോർ വേറെ ആയിരിക്കും. സബർബൻ കോറിഡോർ ഒരു ഡബിൾ ലൈൻ സെപ്പറേറ്റ്ലി ആണ് പോവുക. ഇത് എക്സിസ്റ്റിംഗ് ലൈൻ അങ്ങനെ തന്നെ. ഇപ്പോൾ ഫ്രൈറ്റും കുറച്ച് എക്സ്പ്രസ് ട്രെയിനുകളും പോകുന്നുണ്ട് വഴി. നമ്മുടെ പൂനെ എറണാകുളം എക്സ്പ്രസ് പൻവേൽ വഴിയുള്ളത് ഇതുവഴി വരുന്നത്. അപ്പോൾ നമ്മൾ അങ്ങനെ വിട്ട് മെയിൻ ലൈൻ വഴി നമ്മളങ്ങനെ ടുവേർഡ്സ് റോഹ പോയിക്കൊണ്ടിരിക്കുന്നു. ഇനി കാര്യമായിട്ട് നമുക്ക് സ്പോട്ടിങ്സോ ക്രോസിങ്സോ ഒന്നും ഇല്ല. ചിലപ്പോൾ പേണിനടുത്ത് വെച്ചൊരു ക്രോസിങ് കിട്ടിയേക്കാം, അത്രേ ഉള്ളൂ. ഞാൻ എന്തായാലും
അതിനുവേണ്ടി ഡോറിൽ നിൽക്കില്ല, ഞാൻ അകത്തേക്ക് പോവാണ്. ഈ ചെറുതായിട്ട് വിശന്ന് തുടങ്ങി, കാര്യം ലഞ്ചും കാര്യമായിട്ടൊന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഒരു ഏർലി ഡിന്നർ കഴിക്കാനുള്ള പ്ലാനാണ്. അതിനുവേണ്ടിയാണ് പൻവേലിൽ നിന്ന് തന്നെ ഫുഡ് ഓർഡർ ചെയ്തത്. അപ്പോൾ ഫുഡ് വന്നിട്ടുണ്ട്. ആ ഫുഡ് പതുക്കെ അങ്ങോട്ട് കഴിച്ച് തീർത്തിട്ട് നമുക്ക് ഒരു 8 മണിയൊക്കെ ആകുമ്പോഴേക്കും ശരിയാവും. ലൂപ്പ് ലൈനിൽ കയറുകയാണ്. മെയിൻ ലൈനിൽ ഫ്രൈറ്ററുണ്ട്. അപ്പുറത്തായിട്ടൊരു വാഗൺ ആൻഡ് ഹോൾഡ് BCA നടക്കുന്നുണ്ട് ലോഡ്. അജ്നയുടെ 31542. ട്വിൻ വാഗ് 5s ആണ്. കട്നിയുടെ 23926ഉം 23956ഉം. നമ്മളങ്ങനെ ജസ്റ്റ് തിരിച്ച് മെയിൻ ലൈനിലോട്ട് കയറും. അപ്പ് ലൈനും ഡൗൺ ലൈനും വെവ്വേറെ റൂട്ട് വഴി പോകാൻ ഇവിടെ നിന്നുകൊണ്ട്. അപ്പോൾ നമുക്ക് മിക്കവാറും ക്രോസിങ് മിസ്സാവും. അത് 10106 സിന്ധുദുർഗ് എക്സ്പ്രസ് ആയിരുന്നു. കഴിക്കാനായിരുന്നെങ്കിൽ ഈ വിഷ്വൽസ് നമുക്ക് മിസ്സായത്. WCAM3 21885 ആയിരുന്നു. അപ്പോൾ അങ്ങനെ ക്രോസിങ് കഴിഞ്ഞു. ഇനിയിപ്പോൾ നമ്മൾ ഡോറിൽ നിൽക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇനി കുറേ നേരത്തിനൊന്നുമില്ല. അപ്പോൾ നമുക്കെന്നാൽ പോയി ഫുഡ് കഴിക്കാം. ദാൽ കിച്ചടി. നമ്മൾ ജസ്റ്റ് റോഹയിലേക്ക് എത്തുന്നു. സിഗ്നൽ റെഡാണ്. ഇപ്പോൾ ഒരു അൺസ്കെഡ്യൂൾഡ് ഹോൾട്ട് ഉണ്ട്. ആ കാണുന്നതാണ് റോഹ സ്റ്റേഷൻ ബിൽഡിങ്. ചെറിയൊരു സ്റ്റേഷനാണ്. ജസ്റ്റ് KRലേക്ക് ട്രെയിനുകൾ ഹാൻഡ് ഓവർ ചെയ്യുന്ന സ്റ്റേഷൻ അത്രേ ഉള്ളൂ. CR നമ്മൾ KRലേക്ക് ഇന്ന് ഇറങ്ങിയ ഉടനെ നമ്മൾ കേരള കയറും. ഈ വണ്ടി സ്ഥിരമായിട്ട് നിർത്താറുണ്ടെന്ന്. കാര്യം അണ്ടർസൈഡ് യാത്രക്കാർ കാത്തു നിൽക്കേണ്ടായിരുന്നു. വണ്ടി നിർത്തിയാണ് ഒരു ഓടി കയറി. അതുകൊണ്ട് രത്നഗിരിക്ക് വേണ്ടി നിന്ന യാത്രക്കാർ ഇതിലോട്ട് ചടി കയറുന്നതാണെന്നൊന്നും അറിയില്ല കേട്ടോ. വണ്ടി മാറി കയറുന്നതാണെന്നൊന്നും അറിയില്ല. അപ്പോൾ എൻ്റെ ഡിന്നർ കഴിഞ്ഞു. നല്ല അടിപൊളി കിച്ചടി ആയിരുന്നു കേട്ടോ, പറയാണ്ടിരിക്കാൻ പറ്റില്ല. നല്ല അടിപൊളി കിച്ചടി ആയിരുന്നു. നല്ല കിച്ചടിയും അതിൻ്റെ കൂടെ ഞാനൊരു ലസ്സി ഓർഡർ ചെയ്തിട്ടുണ്ട്. ലസ്സി ഒരു ഗ്ലാസ്സിലേക്ക് ഇങ്ങനെ ഒരു പാക്കറ്റിൽ കെട്ടിയാണ് അയച്ചത്. കുഴപ്പമില്ല, അത് നല്ല വൃത്തിയായിട്ട് കഴിച്ചു നമ്മൾ. അപ്പോൾ ഫുഡ് സൂപ്പറായിരുന്നു. അപ്പോൾ ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ. ഞാൻ കിടന്ന് ഉറങ്ങാൻ പോകും. നമ്മുടെ അടുത്ത സ്റ്റോപ്പിന് രാത്രി 9 മണിക്ക് ഖേഡിലാണ്. എനിക്ക് തോന്നുന്നില്ല ഞാൻ അത്രയും നേരം ഉണർന്നിരിക്കുന്നു. കാര്യം ഇന്നലെ രാത്രി ആകെ മൊത്തം 4 മണിക്കൂർ മറ്റോ ഉറങ്ങിയത്. നല്ല ഉറക്കക്ഷീണമുണ്ട്. എന്തായാലും ഇരുട്ടത്ത് നമുക്കൊന്നും കാണാനില്ലല്ലോ. നമ്മൾ ഇങ്ങോട്ട് വന്ന വരവ് നമ്മൾ ഖേഡൊക്കെ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ പിന്നെ ഞാൻ ഉറങ്ങാൻ പോവാണ്. അപ്പോൾ നമുക്ക് ബാക്കി വിഷ്വൽസ് നാളെ രാവിലെ നേരം വെളുക്കുന്നിടം മുതൽ നമുക്കെടുക്കാം. ഈ ട്രെയിൻ നമ്മൾ നേരം വെളുക്കുമ്പോൾ എവിടെ എത്തുന്നോ അവിടെ മുതൽ നമുക്കെടുക്കാം. എനിക്കൊന്ന് നമ്മൾ നേരം വെളുക്കുമ്പോഴേക്ക് ഏകദേശം അങ്കോലയുടെ അടുത്ത് എത്തുന്നു തോന്നുന്നു. അപ്പോൾ അവിടെ മുതൽ നമുക്ക് കണ്ടിന്യൂ ചെയ്യാം.
അപ്പോൾ എല്ലാവർക്കും ശുഭരാത്രി. ഗുഡ് മോർണിംഗ് ലേഡീസ് ആൻഡ് ജെന്റിൽമെൻ. നമ്മളിപ്പോൾ എവിടെയാണെന്നല്ല, നമ്മൾ മഡ്ഗാവിലാണ്. സമയം ഇപ്പോൾ 7:14. നമ്മളിവിടെ 4 മണിക്ക് പാസ് ഉണ്ടായിരുന്നു. അപ്പോൾ ജസ്റ്റ് ഒരു 3 മണിക്കൂർ ലേറ്റ്, ഒരുപാടൊന്നുമില്ല, ഒരു 3 മണിക്കൂർ ലേറ്റായിട്ട് നമ്മളിത് ജസ്റ്റ് മഡ്ഗാവ് സ്റ്റേഷൻ്റെ പ്ലാറ്റ്ഫോം നമ്പർ 1 വന്ന് കിടക്കുകയാണ്. മഡ്ഗാവിൽ എത്തിയതുകൊണ്ട് ഞാൻ പോയി ഒരു എന്താ പറയുക, ഒരു ബ്രേക്ക്ഫാസ്റ്റൊക്കെ മേടിച്ച് ഒരു ചായയൊക്കെ മേടിച്ച് വന്ന് നിൽക്കുകയാണ്. ഞാൻ ജസ്റ്റ് ഉണർന്നപ്പോൾ വണ്ടി മഡ്ഗാവ് സ്റ്റേഷനിൽ നിൽക്കുകയാണ്. കണ്ണ് തിരുമ്പി കൂടെ ഇറങ്ങിയോണ്ട് ആദ്യം മേടിച്ചത് അതേപോലെ ബ്രേക്ക്ഫാസ്റ്റ് പെട്ടെന്ന് പോയി മേടിച്ചോണമെന്ന് തിരിച്ചോണമെന്ന് വെച്ചു. അപ്പോൾ നിർത്തി കിടക്കുന്ന വണ്ടിയായതുകൊണ്ട് ഉടനെ പുറപ്പെടുമെന്ന് പേടിയില്ലായിരുന്നു. അപ്പോൾ കറക്റ്റായിട്ട് ഒരു വിളിച്ചു പറഞ്ഞു മഡ്ഗാവ് മെമു വരും, ഇപ്പോൾ വരും എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാൻ വരുന്ന ഒരു സമയമുണ്ടല്ലോ, പെട്ടെന്ന് പോയി ഫുഡ് മേടിച്ചുകൊണ്ടി വന്നു. ഞാൻ ആ ഇൻട്രോ ജസ്റ്റ് പറഞ്ഞത് തിരിഞ്ഞത് ഹോൺ അടിച്ചു, ഇതിനകത്തേക്ക് കയറി. അപ്പം നമ്മളങ്ങനെ ജസ്റ്റ് മഡ്ഗാവിൽ നിന്ന് പുറത്തിറങ്ങുന്നു. നമ്മുടെ പ്രീവിയസ് വീഡിയോയിൽ, അതായത് നമ്മൾ മഡ്ഗാവിലേക്ക് വന്ന വീഡിയോയിൽ നമ്മൾ മഡ്ഗാവിലേക്ക് ഇരുട്ടത്തായിരുന്നു വന്ന് കയറിയത്. നമ്മൾ ആ വീഡിയോയിൽ നമ്മൾ കണ്ണൂർ വരെയാണ് കവർ ചെയ്തത്. കണ്ണൂരിൽ നിന്ന് കൂടി ഇരുട്ടായിരുന്നു. ഇന്നിപ്പോൾ അതാ മഡ്ഗാവിൽ നിന്ന് നമുക്ക് തിരിച്ച് ഷൊർണൂർ വരെ ഡേ ലൈറ്റ് ഒപ്പിച്ച് നിൽക്കുകയാണ് കൊങ്കൺ റെയിൽവേ, അവരുടെ കൺട്രോളിങ് വൈഭവം കൊണ്ട് മാത്രം. ഇന്നലെ നമ്മൾ പൻവേലിൽ ബിഫോർ ടൈം ആയിരുന്നു. പൻവേലിന് കൃത്യസമയമല്ല 1 മിനിറ്റ് ലേറ്റായിട്ട് പുറപ്പെട്ട ട്രെയിനിനെ ഏറെക്കുറെ ഓൺ ടൈം കേരളയ്ക്ക് ഹാൻഡ് ഓവർ ചെയ്ത ട്രെയിനിനെ അവർ 3 മണിക്കൂർ ലേറ്റാക്കി അടുത്ത ദിവസം രാവിലെ കൊങ്കൺ റെയിൽവേക്കാർ മഡ്ഗാവിലെത്തിച്ചിരിക്കുകയാണ്. ഇത് കൺട്രോളിങ്ങിൻ്റെ ആണെന്ന് ഞാൻ എടുത്തു പറയാനുള്ളൊരു കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇന്നലെ രാത്രി ഞാൻ ഉറങ്ങാൻ നേരം കിടന്നപ്പോൾ തന്നെ ഏതോ ഒരു സ്റ്റേഷനിൽ വണ്ടി കുറേ നേരം കിടന്നായിരുന്നു ക്രോസിങ്ങിന് വേണ്ടി. അതുപോലെ പിന്നെയും കിടന്നുണ്ടാവുമല്ലോ. ഇന്ന് രാവിലെ അതുപോലെ ഇടയ്ക്കൊന്ന് ഉണർന്നായിരുന്നു ഒരു 5 മണിക്ക്. അപ്പോൾ തിവിമിലായിരുന്നു 5 മണിക്ക് തിവിമിലെത്തിയ വേണ്ടി 7 മണിക്ക് മഡ്ഗാവ് എത്തിയിട്ടേ ഉള്ളൂ. ഇത് ഇവരുടെ കോച്ച് മെയിൻ്റനൻസ് ഡിപ്പോ ആണ് കേട്ടോ. കോച്ച് വർക്ക്ഷോപ്പാണ്. IOH ഒക്കെ ചെയ്യുന്നുണ്ട് ഇവിടെ ഇപ്പോൾ. ഇതാണ് കോച്ചിങ് ഡിപ്പോ. അപ്പുറത്തുണ്ടായിരുന്ന വർക്ക്ഷോപ്പായിരുന്നു, ഇത് കോച്ചിങ് ഡിപ്പോ ആണ്. ആ കിടക്കുന്ന വാപ്സൺ 37329 ഇത് മിക്കവാറും ഇന്ന് കൊങ്കൺ കന്യെ കൊണ്ടുപോകുന്ന ലോക്കമായിരിക്കും. കല്യാണിൻ്റെ ലോക്കമാണ്. ഇത് കൊങ്കൺ മാണ്ഡവിയുടെ റേക്കാണ്. കൊങ്കൺ കന്നില്ല, മാണ്ഡവിയുടെ റേക്കാണ്. ഇവിടെ ലെഫ്റ്റ് സൈഡിൽ വാസ്കോ ലൈൻ പോയിട്ടുണ്ട്. ഞാൻ വാസ്കോ അല്ല, കുളയം ലൈനാണ്, ഞാൻ പിടിച്ചില്ല.
ഇത് ബാൻഡ്ര ടെർമിനസിൻ്റെ റേക്ക്, ബാൻഡ്ര മഡ്ഗൗണിൻ്റെ റേക്ക്. ഇതൊരു അവിയൽ റേക്കാണ്. അത് WR-ന് CR-ന് KR-ൻ്റെ ഒക്കെ കോച്ചുകളുണ്ട്. സ്ലീപ്പറൊക്കെ WR-ൻ്റെ കോച്ചുകളാണ്. ഇത് മഡ്ഗാവ് ബേസ് റേക്കാണ്, പക്ഷേ WR-ലായിരുന്നു ഉദ്ഘാടനം. അപ്പോൾ അവിടെ നിന്ന് അവരൊരു പുത്തൻ റേക്ക് കൊടുത്തുവിടായിരുന്നു. ഇത് CR ബേസ് റേക്കാണ്. ഇതൊക്കെ CR-ആണ്. ജനറേറ്റർ WR-ആണ്. ഈ സ്ഥലത്തൊരു പുതിയ സ്റ്റേഷൻ പ്രപ്പോസ് ആയിരുന്നു. അപ്പോൾ മഡ്ഗാവിൽ നിന്ന് ഇറങ്ങുന്ന ട്രെയിനുകൾക്ക് മീൻസ് ക്രോസിംഗ് ഉണ്ടെങ്കിൽ മഡ്ഗാവിൽ അല്ലെങ്കിൽ ബാളിയിൽ പിടിച്ചിട്ടുണ്ടെന്ന് പറയും ഇവിടെ കൊണ്ടു നിർത്തായിരുന്നു. പക്ഷെ എന്തുകൊണ്ടാണ് വർക്ക് പിന്നെ നിന്നു? എവിടെ വലിയ പോർട്ടൽസൊക്കെ വെച്ച് വരും, പക്ഷേ അഡീഷണൽ ലൈൻ ഇടുന്ന പണിയൊന്നും പിന്നെ നടന്നില്ല. ഫുഡ് ഞാൻ മഡ്ഗാവിൽ നിന്ന് മേടിച്ചു. വേറെ വഴിയൊന്നുമില്ല, കാര്യം ഇതിന് പാൻട്രി കാറില്ലാത്ത വണ്ടിയാണല്ലോ. അപ്പോൾ ഇതാണ് നമ്മൾ മേടിച്ചത്. സാമ്പാർ ചട്നി ഉണ്ട്. ഇഡ്ഡലി വടയാണ് ഞാൻ പറഞ്ഞത്. മിക്സ് രണ്ട് ഇഡ്ഡലിയും ഒരു വടയും. രണ്ട് ഇഡ്ഡലി ഒരു വടയാണ്. കഴിച്ചിട്ട് എങ്ങനെയുണ്ടെന്ന് ഞാൻ പറയാം. നമ്മൾ ജസ്റ്റ് കാർവാർ നിർത്തിയിട്ട് എടുക്കുകയാണ്. ഇത് KSR ബംഗളൂരു കാർവാർ പഞ്ചഗംഗ എക്സ്പ്രസിൻ്റെ റേക്കാണ്. കാർവാറിലൊത്ത് കയറി വരുന്ന എടുക്കാൻ പറ്റിയില്ല. ആക്ച്വലി ആ സമയത്ത് ഫോൺ ചാർജ് ചെയ്തിട്ട് ചാർജർ ഭയങ്കര ലൂസായിരുന്നു, പ്ലഗ് പോയിൻറ്റ്. ചാർജർ പിടിച്ചുകൊണ്ട് നിൽക്കേണ്ടി വന്നു കുറേ നേരം, കാര്യം ഫോണിലൊന്നും ചാർജ് ഇല്ലാണ്ടായി. നമ്മൾ ജസ്റ്റ് കാർവാറിൽ നിന്ന് പുറത്തോട്ടാണ്. കാർവാർ കഴിഞ്ഞാൽ കുറച്ച് ദൂരം കൂടി, ഏകദേശം ഒരു ഭട്കലൊക്കെ എത്തുന്നവർ ഇതുപോലെ മലകളും ഒക്കെ ഉണ്ട്. അത് കഴിയുമ്പോൾ നല്ലോണം കുറയും. പിന്നെ നമ്മൾ ഇവിടെ എത്തുമ്പോൾ നമ്മുടെ ബൈന്ദൂർ എത്തുമ്പോൾ അവസാനത്തെ ടണൽ പാസ് ചെയ്യും. അത് കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ ടണലുകളില്ല, പിന്നെ നമ്മൾ കുറേ കൂടി ലെവൽ ലാൻഡ് വഴിയാണ് ട്രെയിൻ പോകുന്നത്. നമ്മളിപ്പോൾ ജസ്റ്റ് ഗംഗാവലിപ്പുഴ കടക്കാൻ പോകണം. നാഷണൽ ഹൈവേ കാണാം അവിടെ ലെഫ്റ്റ് സൈഡിൽ, അവിടെയാണ്. നമ്മളിപ്പോൾ ജസ്റ്റ് ഗംഗാവലിപ്പുഴ കടക്കും. നമ്മുടെ പ്രിയ സഹോദരൻ അർജുൻ്റെ വിവരങ്ങളൊന്നും ഇതുവരെ ലഭിച്ചിട്ടില്ല. അപ്പോൾ ഇന്നലെ വാർത്ത കണ്ടപ്പോൾ ഒരു ഡ്രഡ്ജർ ഇറക്കിയതുണ്ട്. ഹൈവേ അവിടെ മണ്ണിടിച്ചിലൊക്കെ കാണാൻ സൈഡിൽ. അതാണ് ഗംഗാവലിപ്പുഴ. അങ്ങ് ദൂരെയായിട്ട് മൺതിട്ട കാണാം.
സൈഡിൽ ഡ്രഡ്ജറൊക്കെ നിൽക്കുന്നുണ്ട് ഇപ്പോഴും. അതാണ് ഗോകർണ റോഡ് സ്റ്റേഷൻ. പരശുരാമൻ പണ്ട് മഴൂരിന് ഗോകർണം മുതൽ കന്യാകുമാരിയുള്ള സ്ഥലം വീണ്ടെടുത്തു എന്നുള്ള പറയപ്പെടുന്നത്. ഇതാണ് ഗോകർണ റോഡാണിത്. ഇവിടെ മുതൽ നമ്മുടെ ലാൻഡ്സ്കേപ്പ് പതിയെ മാറി തുടങ്ങും. ഏകദേശം ഞാൻ നേരത്തെ പറഞ്ഞൊരു മുക്കൽ ബൈന്ദൂർ വരെയൊക്കെ എത്തുമ്പോഴേക്കും ലാൻഡ്സ്കേപ്പ് മൊത്തത്തിൽ മാറി നമ്മളൊരു കേരളത്തിലേക്ക് എത്തിപ്പെട്ടാണ്. നല്ലോണം മൂടി കെട്ടി നിൽക്കുന്നുണ്ട്. മഴ പെയ്യാണ്ടിരുന്നാൽ കൊള്ളായിരുന്നു. കൊച്ചുവേളി ശ്രീ ഗംഗാനഗർ എക്സ്പ്രസ് ആണിത്. പുഴകളിലൊക്കെ ജനറലി ഇക്കൊല്ലം നല്ല വെള്ളമുണ്ട്. മഴ നല്ലോണം പെയ്തിട്ടല്ലോ, അതുകൊണ്ടായിരിക്കും. ഇപ്പോൾ കടന്നാണ് ആകനാശിനി. ലൂപ്പ് ലൈൻ സ്കിപ്പാണ്. കുംട്ട സ്റ്റേഷനാണ്, സ്കിപ്പല്ല കേട്ടോ. സ്റ്റാർട്ടർ റെഡാണ്.
നിൽക്കാൻ പോവാണ് ഇവിടെ. ആണ് സ്റ്റേഷൻ ബിൽഡിങ്. ഞാൻ ഇത് ഇതിനു മുമ്പ് കാണിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നില്ല, കാരണം നമ്മൾ യൂഷ്വലി അപ്പുറത്തെ പ്ലാറ്റ്ഫോം വഴിയാണ് എപ്പോഴും പോകുന്നത്. ഈ വാഗൺസിനകത്ത് വളമാണെന്ന് തോന്നുന്നു, കാരണം അതിൻ്റെ മുകളിലെ പേപ്പർ ടാഗിൽ പ്രദീപ് ഫോസ്ഫേറ്റ്സ് ലിമിറ്റഡ് എന്ന് കാണാനുണ്ട്. വളമായിരിക്കും മിക്കവാറും, മറ്റേ നമ്മുടെ യൂറിയ, ഫോസ്ഫറസ്, അങ്ങനത്തെ വളമെല്ലാം ആണ് സാധ്യത. കാര്യം ആ ഒരു ഷീറ്റ് ഇട്ട് കെട്ടി അടച്ചിട്ടുണ്ടാവും, അതിനിടയ്ക്ക് ഒരു ഷീറ്റ് വെച്ച് എയർ ടൈറ്റ് ആക്കിയിട്ടുണ്ട്. വളമായിരിക്കും മിക്കവാറും. അപ്പോൾ എന്തായാലും നമ്മളിവിടെ പിടിച്ചിട്ടത് ഒരു ക്രോസിങ്ങിന് വേണ്ടിയായിരുന്നു. ഒരു ഫ്രൈറ്ററായിരുന്നു പോയത്. നമുക്ക് പിടിക്കാൻ ഒരു നിർവാഹം ഉണ്ടായിരുന്നില്ല. എക്സ്റ്റൻഷൻ കോഡ് വെച്ച് നോക്കായിരുന്നു, പക്ഷേ എന്തുകൊണ്ടോ ചെയ്തില്ല. അപ്പോൾ നമ്മൾ ജസ്റ്റ് കുംട്ടേന്ന് പുറത്തിറങ്ങുന്നു. ശരാവതി 1 ആയിരുന്നു, ഇനി ശരാവതി 2 പാലം കൂടിയിട്ട്. ശരാവതി നദിയാണിത്. എല്ലാ പ്രാവശ്യവും ശരാവതി മിസ്സാവാറുണ്ട്. ഇപ്രാവശ്യം കുറച്ച് നേരിടാണ് ഭാഗത്ത് തന്നെ നിൽക്കുക. ഭട്കലൊരു വാപ്പ് 1 ആണെന്ന് തോന്നുന്നു നിൽക്കുന്നുണ്ട്. ജസ്റ്റ് ഭട്കൽ സ്റ്റേഷനോട് കയറുന്നു. അവിടെ പ്ലാറ്റ്ഫോം നമ്പർ 1 06602 മാംഗ്ലൂർ മഡ്ഗാവ് എക്സ്പ്രസ് കിടപ്പുണ്ട്. എക്സ്പ്രസ് അല്ല, പാസഞ്ചർ കിടപ്പുണ്ട്. 22018 ആണ് ലോക്കോ. വാപ്പ് 1 ഈ റോഡിൻ്റെ ഇപ്പുറത്തായിട്ടൊരു HCPV റേക്ക് കിടക്കുകയാണ്.
ഇപ്പുറത്തെ സൈഡിലായിരുന്നു നമ്മുടെ പ്ലാറ്റ്ഫോം. കൊങ്കൺ റെയിൽവേയുടെ പ്രത്യേകത കോച്ച് നമ്പേഴ്സ് എല്ലാം എക്സ് മുംബൈ ആണ്. മുംബൈ എൻ്റെ ആണ് എപ്പോഴും 1. ഇവിടെ തൊട്ടടുത്ത സൈഡിങ്ങിൽ ഒരു റെയിൽ മോണിറ്ററിംഗ് വെഹിക്കിളും കിടക്കുന്നുണ്ട്. അപ്പം നമ്മളങ്ങനെ ഭട്കലിൽ നിന്ന് പുറപ്പെടുകയാണ്. വളരെ ഷോർട്ട് പ്ലാറ്റ്ഫോം ആയിരുന്നു കേട്ടോ. 18 കോച്ച് കഴിക്കുള്ളൂ. ചക്രാ നദി കേരളത്തിലെ പോലെ അമ്പലങ്ങളൊക്കെ കണ്ടു തുടങ്ങി. കേരള സ്റ്റൈൽഡ് അമ്പലങ്ങളും. കേരള സ്റ്റൈൽഡ് എന്ന് പറയാൻ പറ്റില്ല, അത് ഈ തീരത്തിൻ്റെ ഒരു പ്രത്യേകതയാണ്. ഇവിടുത്തെ അമ്പലങ്ങളെല്ലാം ഈ ഫാഷനിലാണ്. ഇപ്പോൾ കേരളത്തിലായാലും കർണാടകയിലായാലും അതങ്ങനെ തന്നെയാണ്. നമ്മൾ ജസ്റ്റ് കുന്താപുരയിലേക്ക് എത്തുന്നുണ്ടോ. വന്ദേ ഭാരത് കിടപ്പുണ്ടായിരുന്നു. മെയിൻ ലൈനിലൊരു ഫ്ലൈറ്റ് അടിപൊളി. ലൂപ്പ് ലൈനിലായിട്ട് മറ്റേ നമ്മുടെ മാംഗ്ലൂർ മഡ്ഗാവ് വന്ദേ ഭാരത് കിടപ്പുണ്ടായിരുന്നു. മെയിൻ ലൈനിൽ ആസ് യൂഷ്വൽ തലയില്ലാത്ത ഫ്ലൈറ്റ്. നമ്മുടെ അഡ്വാൻസ് സ്റ്റാർട്ടർ ഓൾറെഡി പച്ചയാണ്. അപ്പോൾ ജസ്റ്റ് നിർത്തിയെടുക്കുക, അത്രേ ഉള്ളൂ. അപ്പുറത്ത് വന്ദേ ഭാരത് കിടക്കുന്നു. കാനിമടി യാത്രക്കാരൊന്നും ഇല്ലാത്തൊരു വന്ദേ ഭാരതാണ്. ഒരു 30%, 35% ഒക്കെയാണ് ഇതിൻ്റെ ഓക്യുപ്പൻസി റേറ്റ്. ഇങ്ങനെ ആളില്ലാത്ത വന്ദേ ഭാരത് ഓടിക്കാൻ റെയിൽവേക്ക് ഭയങ്കര ഇഷ്ടമാണ്. നമുക്കൊരു എറണാകുളം ബാംഗ്ലൂർ വന്ദേ ഭാരത് തരാൻ പറ്റില്ല. ഇത് തലയില്ലാത്ത ഫ്ലൈറ്റ് അല്ല കേട്ടോ, ഇതിന് തലയുണ്ട് കേട്ടോ. ഒരു G9 ഉണ്ട്. അപ്പോൾ അങ്ങനെ നമ്മൾ കുന്താപുരയിൽ എത്തിയിട്ടുണ്ട്. സമയം 10:31. ഏകദേശം 2.5 മണിക്കൂറിനടുത്ത് ലേറ്റാണ് ഇപ്പോഴും. പക്ഷെ പെട്ടെന്ന് തന്നെ നിർത്തി വിടും. ഒരുപാട് സമയം കളയില്ല. ഈ ഫ്ലൈറ്റിൻ്റെ ലോക്കോ ഡെഡാണ്, ഷട്ട് ഡൗൺ ചെയ്തിരിക്കുകയാണ്. ലല്ലാഗുഡയുടെ 33033 ഫാൻസി നമ്പറാണല്ലോ. ജസ്റ്റ് ക്രൂ കയറിയിട്ടേ ഉള്ളൂ അതിൻ്റെ. ഉടുപ്പിയിലേക്ക് അടുത്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നല്ല അടിപൊളി മഴ തുടങ്ങി.
ജസ്റ്റ് ഉടുപ്പി സ്റ്റേഷനോട് കയറുന്നു. കർണാടകയിലെ KR നെറ്റ്വർക്കിലെ ഏറ്റവും വലിയ സ്റ്റേഷൻ ഉടുപ്പി. എന്നാലും ഇതിൻ്റെ അവസ്ഥ ശോചനീയമാണ്, പറയാണ്ടിരിക്കാൻ പറ്റില്ല. ഇവിടെയും ഒരു ട്രെയിൻ കിടക്കുന്നുണ്ട് നമ്മുടെ കാലത്ത്. മെയിൻ ലൈനിൽ ആക്സസ് ഫ്ലൈറ്റും ഉണ്ട്. ആരക്കോണത്തിന് 22795 ആണല്ലോ ഇപ്പോൾ. ഇത് SMT ബാംഗ്ലൂർ മുരുടേശ്വർ എക്സ്പ്രസ് ആണ്. സമയം ഇപ്പോൾ 10:59 ഉടുപ്പിയിലേക്ക് എത്തിയിരിക്കുകയാണ് നമ്മൾ. കുറച്ച് പേര് ഇറങ്ങാനുണ്ടായിരുന്നു ഇവിടെ. ആൾക്കാരൊക്കെ ഇറങ്ങി. ഈ തോന്നുന്നു നമ്മൾ ഒരുപാട് നേരം കിടക്കുന്നു. പെട്ടെന്ന് വിട്ടുപോകാനാണ് സാധ്യത, കാരണം നമ്മൾ ലേറ്റാണ്. ഇവിടുന്ന് ഇനി ഒരു മണിക്കൂർ മതിയാവും മംഗലാപുരം എത്താൻ. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഡിലേ ഒരു 1.5 മണിക്കൂറുടെ കുറയും. അപ്പം നമ്മളങ്ങനെ ഉടുപ്പിയിൽ നിന്ന് പുറപ്പെട്ടു. ഈ വണ്ടിയിൽ ഓൺബോർഡ് കാറ്ററിംഗുകാരുണ്ടായിരുന്നു. അതല്ലാണ്ടും ഇതായിപ്പോൾ ഇങ്ങനെ കുറച്ച് പേര് അവിടുന്ന് ഇവിടുന്ന് കൊണ്ടുവരുന്നുണ്ടായിരുന്നു സാധനങ്ങൾ. അപ്പോൾ ഫുഡ് കിട്ടും, ഫുഡ് വലിയ കുഴപ്പമില്ല. പക്ഷെ കിട്ടുമ്പോൾ മേടിക്കുക, അല്ലാണ്ട് എനിക്കിത് വേണ്ട, എനിക്കിഷ്ടമുള്ളത് വരട്ടെ എന്ന് പറഞ്ഞു തന്നു കഴിഞ്ഞാൽ പട്ടിണി ഇരിക്കേ ഉണ്ടാവുള്ളൂ. നമ്മൾ അടുത്ത സ്റ്റോപ്പ് മംഗലാപുരത്താണ്. മംഗലാപുരത്ത് നമുക്ക് ലഞ്ച് എന്തെങ്കിലും മേടിക്കണം. ഞാനിത് കൺഫ്യൂഷനിലായിരുന്നു, മറ്റേ ഇതുവഴി ഓർഡർ ചെയ്യണോ, നമ്മുടെ സൊമാറ്റോ വഴി വല്ല ഓർഡർ ചെയ്യണോ അതോ ഇതുവഴി ഓർഡർ ചെയ്യണം. ഇപ്പോഴും കൺഫ്യൂഷനാണ്. ഇനിയിപ്പോൾ ഉടുപ്പി വിട്ട് നമുക്ക് എന്തെങ്കിലും ക്രോസിങ്സ് ഒന്നുമില്ല. പിന്നെ അകത്ത് വരുന്ന കുറച്ച് നേരം അതിനെപ്പറ്റി ഒന്ന് കൂലങ്കർഷമായിട്ട് ചിന്തിക്കാം എന്ത് വേണം എന്നുള്ളത്. നല്ല ലെങ്ത്തുള്ള ലൂപ്പ് കേട്ടോ. നല്ല ലെങ്ത്ത് പറഞ്ഞാൽ നല്ല ലെങ്ത്ത് ഉണ്ട്. നമ്മൾ ഏകദേശം കൊങ്കൺ റെയിൽവേയുടെ സദേൺ എൻഡിൽ എത്താറായി. നമ്മൾ സുരത്കൽ കഴിഞ്ഞു, കൊക്കൂരിലേക്ക് കടക്കുന്നു. അതൊരു കൊക്കൂർ കോഡ് ലൈനാണത്. മാംഗ്ലൂർ പോർട്ടിലേക്കും അതുപോലെ മറ്റേ പനമ്പൂർ സൈഡിങ്ങിലേക്ക് പോകുന്നൊരു കോഡ് ലൈനാണ്. ഇതാണ് തൊക്കൂർ സ്റ്റേഷൻ. അപ്പോൾ ഇതാണ് കൊങ്കൺ റെയിൽവേയിലത്തെ അവസാനത്തെ സ്റ്റേഷൻ. നമ്മളിവിടെ നിന്ന് ഇപ്പോൾ അധികം താമസിച്ചാൽ നമ്മൾ സദേൺ റെയിൽവേയിലേക്ക് കയറും. ഈ ലെഫ്റ്റിലോട്ട് കാണുന്നതൊക്കെ മംഗലാപുരം പോർട്ടിൻ്റെയാണ്. മംഗ്ലൂർ റിഫൈനറി, സോറി പോർട്ടല്ല, മംഗ്ലൂർ റിഫൈനറീസിൻ്റെയാണ് ഈ കാണുന്നതൊക്കെ. മാംഗ്ലൂർ റിഫൈനറീസിന് ഉള്ളിലേക്ക് പോകുന്ന ലൈനാണത്. സൈഡിൽ മറ്റേ ലൈനാണ്. SRലേക്ക് കയറും. താങ്ക് യു ഫോർ ട്രാവലിംഗ് ഓൺ കൊങ്കൺ റെയിൽവേ. നമ്മളെ അപ്പുറത്ത് കാണുന്ന ലൈൻസൊക്കെ SR ആണ്.
ഇത് പനമ്പൂരിൽ നിന്ന് വരുന്ന ലൈനാണ്, മാംഗ്ലൂർ ഫോർട്ടിൽ നിന്ന് വരുന്ന ലൈനാണിത്. അപ്പോൾ നമ്മളങ്ങനെ സദേൺ റെയിൽവേയിൽ ആദ്യത്തെ സ്റ്റേഷനായ ജോക്കട്ടയിലേക്ക് എത്താൻ പോകണം. ജോക്കട്ടെ സ്റ്റേഷൻ ഫങ്ഷനിങ് അല്ല, ഒരു ടെക്നിക്കൽ സ്റ്റേഷൻ മാത്രമാണ്. അങ്ങ് ദൂരം മലയ്ക്ക് മുകളിലായിട്ട് മാംഗ്ലൂർ എയർപോർട്ടിന് ടെർമിനൽ ബിൽഡിംഗ് കാണാൻ പറ്റുന്നുണ്ടാവും. നദിയാണ് ഗുരുപുര. ഇതാണ് കുലശേഖര ക്യാബിൻ. ഇത് കഴിഞ്ഞ ഉടനെ ഒരു ഇത് വരും, നമ്മുടെ ടണൽ വരും. അപ്പം നമ്മളങ്ങനെ പടിയിൽ ബൈപ്പാസ് എത്താൻ പോകണം. പടിയിൽ ബൈപ്പാസ് അല്പം മുമ്പിലായിട്ട് പടിയിൽ ബൈപ്പാസ് ലൈൻ വരും. പടിയിൽ ബൈപ്പാസ് എന്ന് പറഞ്ഞാൽ മംഗലാപുരം ഹാസൻ റെയിൽവേ ലൈനോട് കണക്ട് ചെയ്യുന്ന ബൈപ്പാസ് ലൈനാണിത്. നമ്മളതുവഴി 1-2 പ്രാവശ്യം ട്രെയിൻ യാത്ര ചെയ്തിട്ടുണ്ട്. അതിൻ്റെ വീഡിയോസ് നമ്മുടെ ചാനലിലുണ്ട്. ഇതാണ് പടിയിൽ ബൈപ്പാസ് ലൈന്. ഈ ലൈൻ നേരെ പടിയിൽ ബൈപ്പാസ് ക്യാബിന് പോയി ജോയിൻ ചെയ്യും. പടിയിൽ ബൈപ്പാസ് ക്യാബിനിൽ വെച്ചത് ബാംഗ്ലൂർ ലൈനിലേക്ക്, അതായത് മംഗലാപുരം ഹസൻ ബാംഗ്ലൂർ ലൈനിലേക്ക് അത് ജോയിൻ ചെയ്യും. ഇതാണ് അതിൻ്റെ മറ്റേ സൈഡ്. ഈ കാണുന്നതാണ് ഹാസനിൽ നിന്നും വരുന്ന ലൈൻ, ഹാസൻ മംഗലാപുരം ലൈൻ, ഹാസൻ മാംഗ്ലൂർ ജംഗ്ഷൻ ലൈനാണിത്. സൗത്ത് വെസ്റ്റേൺ റെയിൽവേയുടെ ആണ്. ഇവിടെ ഇപ്പോൾ സദേൺ റെയിൽവേയുടെ കീഴിൽ തന്നെയാണ്. സൗത്ത് വെസ്റ്റേൺ റെയിൽവേയാണ് ഈ ലൈൻ മെജോറിറ്റി ദൂരം. ഇതുവഴിയാണ് നമ്മുടെ ഗോമതേശ്വർ എക്സ്പ്രസ് ഒക്കെ വരുന്നത്. ഞാൻ ഗോമതേശ്വർ എക്സ്പ്രസിൻ്റെ വിസ്താഡോം കോച്ചിന് 3 പ്രാവശ്യം ടിക്കറ്റ് ക്യാൻസൽ ചെയ്തു. 1 പ്രാവശ്യം ട്രെയിൻ ക്യാൻസൽ ചെയ്ത് 2 പ്രാവശ്യം ഞാൻ ക്യാൻസൽ ചെയ്യേണ്ടി വന്നു. ഇനിയിപ്പോൾ എന്താവും അറിയില്ല. നമുക്ക് ആ യാത്ര ഇപ്പോഴും പെൻഡിങ് ആണ്. അപ്പോൾ നമ്മൾ ജസ്റ്റ് മംഗലാപുരം ജംഗ്ഷനിലേക്ക് അടുക്കുന്നു. ഈ വളവ് കഴിഞ്ഞ് നമ്മൾ നേരെ മംഗളൂരു ജംഗ്ഷൻ സ്റ്റേഷനിലേക്ക്, പഴയ കങ്കനാടി സ്റ്റേഷനിലേക്ക് കയറി. നമ്മൾ പ്ലാറ്റ്ഫോം 3ലേക്ക് തന്നെയാണെന്ന് തോന്നുന്നു. അതെ, പ്ലാറ്റ്ഫോം 3ലേക്ക് തന്നെയാണ് പോകുന്നത്. കാരണം പ്ലാറ്റ്ഫോം 3ലാണ് സാധാരണഗതിയിൽ ഇങ്ങോട്ടുള്ള ട്രെയിനുകളൊക്കെ സ്വീകരിക്കുന്നത്, ടുവേർഡ്സ് കേരള പോകുന്ന വണ്ടികൾ. പ്ലാറ്റ്ഫോം നമ്പർ 3 എന്ന് പറയുന്നത് ഹാസൻ ലൈൻ്റെ മെയിൻ ലൈൻ തന്നെയാണ്. നമ്മൾ ലൂപ്പ് കടന്ന് അങ്ങോട്ട് കയറുന്നു. ആ
അവിടെ ഒരു പൂനെ WDG4 കിടക്കുന്നുണ്ട് 12663. ട്വിൻസാണ്, ലൈറ്റാണ്, ലോഡൊന്നുമില്ല. ശ്രദ്ധിച്ചാൽ ഫ്രണ്ടിലൂടെ പ്ലാറ്റ്ഫോം വീർപ്പിച്ച് കെട്ടിയിരിക്കുകയാണ്. 12883. അപ്പോൾ നമ്മളങ്ങനെ മംഗലാപുരം ജംഗ്ഷൻ സ്റ്റേഷനിലേക്ക് എത്തിയിരിക്കുകയാണ്. മംഗളൂരു ജംഗ്ഷൻ, ഏർലിയർ നോൺ ആസ് കൻകനാടി. സമയം ഇപ്പോൾ 11:55. ഏകദേശം 1.5 മണിക്കൂറിനടുത്ത് ലേറ്റാണ്. ഈ കിടക്കുന്നത് മംഗളൂരു ജംഗ്ഷൻ കൊച്ചുവേളി അന്ത്യോദയ എക്സ്പ്രസ് റേക്കാണ്. ഞാൻ നമ്മുടെ ലഞ്ച് മേടിച്ചു. ആദ്യമായിട്ടാണ് എനിക്ക് മംഗളൂർ ജംഗ്ഷനിൽ നിന്ന് വെജ് ബിരിയാണി കിട്ടുന്നത്. ഞാനത് മേടിച്ചു. നമ്മുടെ കോച്ചിലോട്ട് കയറിയാക്കാൻ. ഞാൻ ഫുഡ് കഴിച്ച് തിരിച്ച് ഡോറിലേക്ക് വന്നപ്പോൾ കറക്റ്റ് വണ്ടി വിട്ടു. നമ്മൾ മംഗലാപുരം ജംഗ്ഷനിൽ നിന്ന് പുറത്തോട്ടിറങ്ങി. സമയം ഇപ്പോൾ 12:10. ആ കാണുന്ന ബ്ലൂ ഷെഡ് ഒരു ഇലക്ട്രിക് ട്രിപ്പ് ഷെഡാണ്. ഇലക്ട്രിക് ലോക്കോ ട്രിപ്പ് ഷെഡ്. ഇലക്ട്രിക് ലോക്കോ ട്രിപ്പ് ഷെഡ് വന്നതോടുകൂടി ലോക്കോസിന് വെയിൽ കൊള്ളാണ്ട് കിടക്കാനൊരു സ്ഥലമായി. മറ്റേ അവരൊക്കെ പ്ലാറ്റ്ഫോമിൻ്റെ സൈഡിലൊക്കെ വെയിൽ കൊണ്ട് കിടന്നുകൊണ്ടിരുന്ന അത് രക്ഷപ്പെട്ടു വരും. ലൈവ് ഷെഡിൻ്റെ 33117 ആണത്. എറണാകുളത്തിന് 1145 ഇവിടെ ഷണ്ടിങ് ചെയ്യുന്നു. WDM 3D പണ്ട് കാലത്തൊക്കെ മെയിൻ ലൈൻ സ്റ്റാർസ് ആയിരുന്നു. ഈ റൈറ്റിലോട്ട് പോകുന്ന ലൈന് മംഗലാപുരം സെൻട്രലിലോട്ട് പോകുന്ന ലൈനാണ്. ഇതുവഴിയൊക്കെ തന്നെ നമ്മൾ പ്രീവിയസ് വീഡിയോസ് നമ്മൾ ട്രാവൽ ചെയ്തിട്ടുണ്ട്. ഇതാണ് നേത്രാവതി ക്യാബിൻ. ഇവിടെ വെച്ചാണ് മംഗലാപുരം സെൻട്രൽ എന്നുള്ള ലൈനോട് നമ്മൾ മീറ്റ് ചെയ്യുന്നത്. അതാണ് മംഗലാപുരം സൈഡിൽ നിന്ന് വന്ന ലൈൻസ്. നമ്മൾ നേത്രാവതി പാലത്തിലോട്ട് കയറി. അപ്പോൾ വെൽക്കം ടു കേരള സുഹൃത്തുക്കളെ. നമ്മൾ ജസ്റ്റ് തലപ്പാടി റിവർ കടന്ന് നമ്മൾ കേരളത്തിലോട്ട് കയറി.
അപ്പോൾ നമ്മളങ്ങനെ 4ാമത്തെ ദിവസം നമ്മൾ തിരിച്ച് കേരളത്തിലെത്തിയിരിക്കുകയാണ്. നമ്മളിതൊരു 4 പകൽ നീണ്ടുന്ന യാത്രയായിരുന്നു. നമ്മളൊരു വ്യാഴാഴ്ച തുടങ്ങിയതാണ്, ഇന്ന് ഞായറാഴ്ചയാണ്. അങ്ങനെ തിരിച്ച് കേരളത്തിലെത്തിയിരിക്കുകയാണ്. നമുക്ക് ഏകദേശം എനിക്കൊന്നൊരു 300 കിലോമീറ്ററോളം പോകാനുണ്ടെന്ന് തോന്നുന്നു. നമുക്ക് നമ്മുടെ ഡെസ്റ്റിനേഷനായ ഷൊർണൂരെത്താം. മാംഗ്ലൂർ ഇൻഡസ്ട്രി. അപ്പോൾ നമ്മളങ്ങനെ കാസർഗോട്ടേക്ക് എത്തുകയാണ്. നമ്മുടെ കാസർഗോഡ് പഴയ കാസർഗോഡ് അല്ലാണ്ട ഇപ്പോൾ എന്താണ് വന്ദേ ഭാരത് ടെർമിനൽസാണ്. കുറേ പേര് കയറാനുണ്ട് കേട്ടോ. ഇതാണ് സ്റ്റേഷൻ ബിൽഡിങ്. ഇവിടെ പൊളിച്ച് എന്തൊക്കെയോ പണിയെടുക്കുന്നുണ്ട് വന്ദേ ഭാരത് സ്കീമിൻ്റെ കീഴിൽ. ഇവിടെ ഉണ്ടായിരുന്ന ഫുഡ് കോർട്ട് പോയി, അവിടെ പകരം വേറെന്ത് വരുന്നുണ്ട്, മീൻസ് പുതിയ ഫുഡ് കോർട്ട് വരുന്നുണ്ട്. ഇവിടെ കുറേ വർക്ക് നടക്കുന്നുണ്ട്, പാർക്കിങ്ങിൻ്റെയൊക്കെയാണ്. നമ്മളങ്ങനെ പുറപ്പെടുന്നു. ഇവിടെ ഈ ലാൻഡ് ക്ലിയർ ചെയ്തപ്പോൾ ഞാൻ വെച്ച് ഇവിടെ ഒരു അഡീഷണൽ പ്ലാറ്റ്ഫോം പണി തന്നെയായിരിക്കും. പക്ഷേ അത് പ്ലാറ്റ്ഫോം അല്ലായിരുന്നു, അവിടെ പാർക്കിംഗ് ഗ്രൗണ്ടാണ് ക്രിയേറ്റ് ചെയ്തവർ. അതിനപ്പുറത്തൊരു റോഡാണെന്ന് തോന്നുന്നു, എന്തോന്ന് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അല്ല, അങ്ങോട്ട് റെയിൽവേ ലൈനും പോയിട്ടുണ്ട്. ഇപ്പം എന്താണോ അവിടെ പണി വന്നത്. കാസർഗോഡ് നിന്ന് പുറപ്പെട്ടു. ചന്ദ്രഗിരി അഥവാ പൈസാവലി ആയിരുന്നത്. കേരളത്തിലെ സൂപ്പർ സ്റ്റാർ വന്ദേ ഭാരതാണ് പോയത്. 20634 തിരുവനന്തപുരം കാസർഗോഡ് വന്ദേ ഭാരത് എക്സ്പ്രസ് ഇന്ത്യയിൽ തന്നെ ഏറ്റവും പോപ്പുലർ ആയിട്ടുള്ള ട്രെയിനുകളൊന്നാണ്. നമ്മൾ ജസ്റ്റ് കണ്ണൂരിലേക്ക് കയറുന്നു. അങ്ങനെ കണ്ണൂർ സ്റ്റേഷനിലേക്ക് എത്തിയിരിക്കുകയാണ്.
22648 അരക്കോണത്തിൻ്റെ. ടു 2648 ആണ് അരക്കോണത്തിൻ്റെ. ഇത് ഷൊർണൂർ പാസഞ്ചർ, കണ്ണൂർ ഷൊർണൂർ പാസഞ്ചർ. ഈ കിടക്കുന്നത് എറണാകുളത്തേക്കുള്ള ഇൻ്റർസിറ്റിയാണ്, കണ്ണൂർ എറണാകുളം ഇൻ്റർസിറ്റി. നമ്മുടെ ഒരു ഡിലേ ഇപ്പോൾ ഏകദേശം കുറഞ്ഞൊരു 1.5 മണിക്കൂറായിട്ടുണ്ട് ഇപ്പോൾ. നമ്മൾ കണ്ണൂരിൽ നിന്ന് പുറപ്പെടാണ്. സമയം 13:52. ടു 2203 ഭുസാവലിലെ ലോക്കമാണ് ഇന്ന് എറണാകുളം ഇൻ്റർസിറ്റിക്ക്. ഇന്ന് സൺഡേ തന്നെ മെമ്മോ ഇല്ല, അല്ലെങ്കിൽ അപ്പുറത്ത് കണ്ണൂർ മെമ്മോ ഉണ്ടായിരുന്നു, ഷൊർണൂർ കണ്ണൂർ മെമ്മോ. അപ്പം നമ്മളങ്ങനെ കണ്ണൂരിൽ നിന്ന് പുറപ്പെട്ടു. അടുത്ത സ്റ്റോപ്പിന് തലശ്ശേരിയാണ്. എക്സ്പ്രസ് ആണ് പോയത്. നമ്മളങ്ങനെ തലശ്ശേരിയിലേക്ക് എത്തുകയാണ്. ഇതാണ് തലശ്ശേരി സ്റ്റേഷൻ. നമുക്കിതുവരെ സ്റ്റാർട്ടർ ആയിട്ടില്ല. ഇനിയും കൂടെ ചെറുപുറന്ന് ആൾക്കാർ കയറുന്നുണ്ട്. കാര്യം നാട്ടിലോട്ട് തിരുവനന്തപുരത്തേക്കും ഒക്കെ പോകാനുള്ള ആൾക്കാർ ഈ ട്രെയിനിലോട്ട് കയറും. മയ്യഴിപ്പുഴയാണ്. ഇവിടെ മുതൽ കോഴിക്കോട് ജില്ലയാണെന്ന് ബോർഡ് വെച്ചിട്ടുണ്ട്. ട്രാക്ക് റീപ്ലേസ്മെൻ്റ് വർക്ക് നടക്കുന്നുണ്ടെന്ന് തോന്നുന്നു. പുതിയ പോയിൻറ്റ്സിനുള്ള പുതിയ പോയിൻറ്റ്സാണ് ഈ ഇരിക്കുന്നത്. ഇതിനടുത്ത് അങ്ങോട്ട് ഇൻസേർട്ട് ചെയ്യാനുള്ളതായിരിക്കും ഇത്. ഇവിടെ ട്രാക്ക് വർക്ക് നടക്കുന്നുണ്ട്. അതിന് സ്പീഡ് റെസ്ട്രിക്ഷനാണ്. പുതിയ സ്ലീപ്പർ കിടക്കുന്നതാണ്. ഇപ്പോൾ 16323 വരും. ഓപ്പോസിറ്റ് സൈഡിൽ നിന്ന് കയറി വരുന്ന കാണാം. 16323 എന്ന് പറയുന്നത് കോയമ്പത്തൂർ മാംഗ്ലൂർ എക്സ്പ്രസ്. നല്ല സ്പീഡിൽ കയറി വരുന്നുണ്ട്. 2287 അരക്കോണത്തിനാണ് ലോക്കോ. ഇൻഡിപെൻഡൻസ് ഡേ റൈഫിൾമാൻ ഡി ലക്ഷ്മണൻ കമമറേറ്റീവ് ലിവറിയാണ്.
വെസ്റ്റിൽ ഒരു പിറ്റ് ലൈൻ കിട്ടാൻ സാധ്യതയുണ്ട്. പക്ഷേ ആ ഒരു മുത്തപ്പൻ്റെ അമ്പലം പോകണം. മുത്തപ്പൻ്റെ അമ്പലം അവിടെ നിന്ന് മാറ്റാൻ നാട്ടുകാർ തന്നെ ശ്രമിക്കണം. നാട്ടുകാർ സഹകരണത്തോടുകൂടി അവിടുന്ന് മുത്തപ്പ ക്ഷേത്രം മാറ്റാൻ പറ്റുന്നുണ്ടെങ്കിൽ നമുക്കിവിടെ ഒരു പുതിയ പിറ്റ് ലൈൻ കിട്ടും. നമ്മൾ ജസ്റ്റ് കോഴിക്കോട് സ്റ്റേഷനിലേക്ക് കയറാൻ പോകുന്നു. ആ വളവിനപ്പുറത്ത് കാണുന്നതാണ് കോഴിക്കോട് സ്റ്റേഷൻ. മംഗലാപുരത്ത് നിന്ന് കഴിച്ച ബിരിയാണിയൊക്കെ വിശന്ന് തുടങ്ങി. ഇനിയിപ്പോൾ ഇവിടുന്ന് എന്തെല്ലാം മേടിക്കാം. എന്തെങ്കിലും ചായ കുടിക്കണം, അതിന് കൂട്ടിൽ എന്തെങ്കിലും മേടിക്കാം. അങ്ങനെ നമ്മൾ കോഴിക്കോട് സ്റ്റേഷനിലോട്ട് കയറുന്നു. നമ്മൾ 3:12 ഇപ്പോൾ ഏകദേശം 1 മണിക്കൂർ 20 മിനിറ്റ് ലേറ്റ്. ചായക്കാരൊന്നും കാണാനില്ല ഇവിടെ. നമ്മളൊക്കെ ബിരിയാണിയും ഒക്കെയാണ്. അതൊന്നും വേണ്ട, നിർത്തിയെടുത്തു. ചായ ഒന്നും കിട്ടിയില്ല, ചായക്കാരനാലും വന്നില്ല. ചായ കിട്ടിയില്ലെങ്കിലും കടി കിട്ടി. എത്തിച്ചേരുമെന്ന് പ്രതീക്ഷിക്കുന്നു. യാത്രക്കാർക്ക് അസൗകര്യം നേരിട്ടതിൽ ഖേദിക്കുന്നു. യാത്രികൻ കൃപയാ ധ്യാൻ ദേ. ഗാഡി സംഖ്യ 1223, गाड़ी नंबर 1223, लोकमान्य तिलक एर्नाकुलम AC. കൊച്ചുവേളി LTT ഗരീബ് എക്സ്പ്രസ്സാണ്. ഈ ട്രിപ്പിൽ മൂന്നാം പ്രാവശ്യം കാണുന്നത്. താനൂരാണ്, താനൂർ. പരശുരാം എക്സ്പ്രസ് പ്ലാറ്റ്ഫോം നമ്പർ 1 വരുന്നുണ്ടെന്നും. പരശുരാം എക്സ്പ്രസ്സാണ്. നമ്മൾ ജസ്റ്റ് തിരൂരിലേക്ക് അടുക്കുന്നു. ഓപ്പോസിറ്റ് ട്രെയിനിൽ ഒരു വാപ്സൺ ഹോൾ ട്രെയിൻ ഉണ്ട്. 39066 വൽസാഡിൻ്റെ. കൊച്ചുവേളി പോർബന്ദർ എക്സ്പ്രസ് ആണ്.
കാണിക്കുന്നു. ജസ്റ്റ് കാരക്കാട് കഴിഞ്ഞു ഷൊർണൂരേക്കാണ് പോകൊണ്ടിരിക്കുന്നത്. കോയമ്പത്തൂർ കണ്ണൂർ എക്സ്പ്രസ് ആയിരുന്നത്. നമ്മുടെ നിലമ്പൂർ ലൈന് കോട്ടയം എക്സ്പ്രസ് വരണമായിരുന്നു. അത് വരുന്നെങ്കിൽ പാരലാണ് പിടിക്കാൻ വെച്ച് വന്നതാണ്. പ്ലാറ്റ്ഫോം 5-ലേക്കാണ് തോന്നുന്നു നമ്മൾ പോകുന്നത്.
അപ്പം നമ്മളങ്ങനെ ഷൊർണൂർ ജംഗ്ഷനിലേക്ക് പ്രവേശിക്കുന്നു. അപ്പം നമ്മളങ്ങനെ ഷൊർണൂരെത്തി. സമയം ഇപ്പോൾ 4:37. 4:37 നമ്മൾ ഷൊർണൂരെത്തി. ഇതോടുകൂടി ഈ യാത്ര ഇവിടെ അവസാനിക്കുകയാണ്. നമ്മുടെ 4 ദിവസം 4 പകല് നീണ്ടു നിന്ന 2800 കിലോമീറ്റർ യാത്ര ഇവിടെ അവസാനിപ്പിക്കുകയാണ്. നമ്മൾ ഇവിടെ തന്നെ പ്ലാറ്റ്ഫോം 7-ൽ തുടങ്ങിയത്. പ്ലാറ്റ്ഫോം നമ്പർ 5-ൽ വന്ന് ഈ യാത്ര അവസാനിപ്പിക്കുകയാണ്. ഇതിന് കുറച്ചുകൂടി നടക്കാണ്ട്. ഈ ഫുട് ഓവർ ബ്രിഡ്ജ് അടച്ചു വെച്ചിരിക്കുകയാണ്. അപ്പുറത്തെ ഫുട് ഓവർ ബ്രിഡ്ജ് തുറന്നിരിക്കുന്നത്. അപ്പോൾ നമ്മളെന്തായാലും കുറച്ചുകൂടി നടന്ന് വിട്ടു. ഈ ഫുട് ഓവർ ബ്രിഡ്ജിൻ്റെ അടിയിലത്തെ ഇതൊക്കെ കളഞ്ഞു റീഡൂ ചെയ്യണത്. അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ മുഴുവനായിട്ട് കണ്ടിട്ടുണ്ടാവുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ നിങ്ങളുടെ കമൻറ്റ്സ്, ഫീഡ്ബാക്ക്, സജഷൻസ് ഒക്കെ തീർച്ചയായിട്ടും എഴുതണം. പരാതി ഉണ്ടെങ്കിലും എഴുതണം. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ഈ ചാനലിനെ സപ്പോർട്ട് ചെയ്യാനുള്ള താല്പര്യമുള്ള ആൾക്കാർ മെമ്പർഷിപ്പ്, അതുപോലെ സ്റ്റാർ സൂപ്പർ സ്റ്റാർസ് പോലത്തെ സാധനങ്ങൾ മേടിച്ച് ഈ ചാനലിനെ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്കിനി ഇതുപോലത്തെ ഒരു അടിപൊളി പുത്തൻ വീഡിയോയിൽ വീണ്ടും കാണാം. അതുവരയ്ക്കും ബൈ.